ഗുഡ് മോർണിംഗ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണേ. നമ്മൾ ഇന്നലെ കണ്ടതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവുകളാണ്. ഓരോ സ്റ്റേറ്റ്സിന്റെയും പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സ് ആണ് നോക്കുന്നത്. ഒന്ന്, വിച്ച് ഗവൺമെന്റ് ലോഞ്ച് ഷാഹിദ് മഹോ സിംഗ് ഹാത്ത് കച്ച സ്കീം. അത് ശരിക്കും ഒഡീഷ ഗവൺമെന്റിന്റേതാണ്. ഷാഹിദ് മധോ സിംഗ് ഹാത്ത ഹർച്ച സ്കീം എന്ന് പറയുന്നത് ഒഡീഷ ഗവൺമെന്റിന്റെതാണ്. അത് 9th മുതൽ 11th ക്ലാസ് വരെ വരുന്ന ഷെഡ്യൂൾഡ് ട്രൈബിലെ സ്റ്റുഡൻസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്കീമാണ്. ഒഡീഷ ഗവൺമെന്റിന്റെ സ്കീമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. ഷാഹിദ് മധോ സിംഗ് ഹാത്ത് കർച്ച എന്ന് പറയുന്ന സ്കീം എന്ന് പറയുന്നത് ഒഡീഷ ഗവൺമെന്റ് ആണ് ST സ്റ്റുഡൻസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഓഡിബിൾ ആണല്ലോ അല്ലെ? ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ അല്ലെ? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അതെ മാം. ഓക്കെ, അടുത്തത് പാർത്ത് യോജന ഇനിഷ്യേറ്റീവ്. ഏത് സ്റ്റേറ്റ് ആണ് പാർത്ത് യോജന ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? അത് മധ്യപ്രദേശ് ആണ്. ഇത്രയേ ഉള്ളൂ. പാർത്ത് യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ആർമി റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ആൻഡ് ഹൂണർ ആണ്. എന്ന് വെച്ചാൽ ഒരു പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ആണ്. ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ആവാൻ ആഗ്രഹിക്കുന്ന യൂത്തിന് റിക്രൂട്ട്മെന്റ് നടക്കുന്നതിന് മുൻപേ കൊടുക്കുന്ന ഒരു പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ആണ് പാർത്ത് യോജന ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അത് കൊടുത്തിരിക്കുന്ന ആരാണ്? മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ്. അടുത്തത് മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചറും അതുപോലെ തന്നെ IIT മദ്രാസും, മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചറും IIT മദ്രാസും കൂടെ ചേർന്നുള്ള ഒരു പ്രോജക്റ്റ് ആണ് വിസ്താർ എന്ന് പറയുന്നത്. വിസ്താർ എന്ന് പറഞ്ഞാൽ വിർച്വലി ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ടു വിർച്വലി ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ടു ആക്സസ് അഗ്രികൾച്ചർ റിസോഴ്സ് എന്നുള്ളതാണ് വിസ്താർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. അത് മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചറും പ്ലസ് IIT മദ്രാസും കൂടെ ചേർന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. അതിനകത്ത് പ്രധാനമായിട്ടും അതൊരു ഒരു പ്രോജക്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള 12,000 സ്റ്റാർട്ടപ്സിന്റെ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓർത്തു വെക്കുക. മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചറും വിസ്താറും കൂടെ IIT മദ്രാസും കൂടെ ചേർന്നുള്ള പ്രോജക്റ്റ് ആണ് വിസ്താർ എന്ന് പറയുന്നത്. വിർച്വലി ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ടു ആക്സസ് അഗ്രികൾച്ചർ റിസോഴ്സസ്. ഇതിനകത്ത് ഉള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ് സെക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള 12,000 സ്റ്റാർട്ടപ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മുഖ്യമന്ത്രി മഹിളാ ഉദ്യമിത അഭിയാൻ എന്ന് പറയുന്ന ഒരു സ്കീം. അത് ശരിക്കും നോർത്തോക്ക ആസാമിന്റേതാണ്. ആസാമിന്റേതാണ് മുഖ്യമന്ത്രി മഹിളാ ഉദ്യമിത അഭിയാൻ എന്ന് പറയുന്ന ആ ഒരു സ്കീം എന്ന് പറയുന്നത്. ഒന്ന് കൃത്യമായിട്ട് ഓർത്തോക്കണം. അത് ശരിക്കും സ്ത്രീകൾക്ക് ഓണ്ടർപ്രണർഷിപ്പ് അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി മഹിളാ അഭിയാൻ എന്ന് പറയുന്നത്. അത് ശരിക്കും ആസാമിന്റേതാണെന്നുള്ളത് മറക്കണ്ട. ആസാം. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച്ഡ് നോഡി ബന്ധൻ സ്കീം. നോഡി ബന്ധൻ സ്കീം എന്ന് പറയുന്നത് ഗംഗാ റിവറിന്റെ എറോഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സ്കീമാണ്. നോഡി ബന്ധൻ എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാ റിവറിന്റെ എറോഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. അത് ഏതിന്റേതാണ്? വെസ്റ്റ് ബംഗാളിന്റേതാണ്. ഓർത്തു വെക്കുക. നോഡി ബന്ധൻ ഏതിന്റേതാണ്? വെസ്റ്റ് ബംഗാളാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്കീമാണ് ദീൻദയാൽ ഉപാധ്യായ ഭൂമികൻ കൃഷി മസ്ദൂർ കല്യാൺ യോജന എന്ന് പറയുന്നത്. അത് ഛത്തീസ്ഗഡിന്റേതാണ്. അഗ്രികൾച്ചർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കീമാണ് ദീൻദയാൽ ഉപാധ്യായ ഭൂമികൻ കൃഷി മസ്ദൂർ കല്യാൺ യോജന. വലിയ നീട്ടമുള്ളവരെന്ന് ഓർത്തു വെക്കാം. അത് ആരുടേതാണ്? ഛത്തീസ്ഗഡിന്റേതാണെന്ന് ഓർത്തു വെക്കാം. അടുത്തത്, ഹു ലോഞ്ച്ഡ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 ഇനിഷ്യേറ്റീവ്. അത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് എന്നതിനേക്ക് ഉപരിയായിട്ട് അത് നാഷണൽ കമ്മീഷൻ ഫോർ വുമണിന്റേതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിച്ചതാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാണ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്താണെന്നുള്ളത്. NCW. അപ്പൊ NCWന്റെ ആണ്. NCW അത് ലോക്സഭാ സെക്രട്ടേറിയറ്റിനും കൂടെ ചേർന്ന് അതൊരു കൊളാബറേഷനിൽ ഫോം ചെയ്തിരിക്കുന്നതാണ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റിന്ന് ഇലക്ട് ചെയ്യപ്പെടുന്ന വുമൺ റെപ്രസെന്റേറ്റീവ്സിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 ഇനിഷ്യേറ്റീവിന്റെ ഇമ്പോർട്ടൻസ്. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നതും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഓർഗനൈസേഷൻ ആയിട്ടുള്ള നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണെന്നുള്ള കാര്യം മറന്നു പോകണ്ട. അടുത്തത്, ഹു ലോഞ്ച്ഡ് നാക്ഷ ഇനിഷ്യേറ്റീവ് റീസൺലി. അതായത് ഇതൊരു സിറ്റി സർവേ ഇനിഷ്യേറ്റീവ് ആണ്. നമ്മളുടെ അർബൻ ഏരിയന്റെ ഒക്കെ ഡെവലപ്മെന്റിനെ ഒന്നുകൂടെ ഒന്ന് പ്രോപ്പർ ആക്കുക. അതിന്റെയൊക്കെ ബോർഡർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് നാക്ഷ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇത് ആരാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതോടൊപ്പം ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആണ്.
റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആണ് ശിവരാജ് സിംഗ് ചൗഹാൻ. അദ്ദേഹമാണ് ഈ ഒരു ഇനിഷ്യേറ്റീവിനെ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത്. അപ്പൊ എന്തിനാണ് എന്ന് ചോദിച്ചാൽ എപ്പോഴും ഓർത്ത് വെച്ചോണം, ഇതിനു വേണ്ടിയിട്ടാണ്. ഒരു സിറ്റി സർവേ ഇനിഷ്യേറ്റീവ് ആണ് നാക്ഷ എന്ന് പറയുന്നത്. നാക്ഷ സിറ്റി സർവേ ഇനിഷ്യേറ്റീവ് ആണ്, ഓർത്ത് വെക്കാം. അടുത്തത് മിത്ര പ്ലാറ്റ്ഫോം ടു ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ് ട്രേസ് ഇൻആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് ഫോളിയോ. ഇൻആക്റ്റീവ് ആയിട്ട് കിടക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഫോളിയോസിലേക്ക് വീണ്ടും ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാനായിട്ട് മിത്ര പ്ലാറ്റ്ഫോം, ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിത്ര പ്ലാറ്റ്ഫോം കഴിഞ്ഞിടെ ആരാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. നമുക്കറിയാം ഇത് മ്യൂച്വൽ ഫണ്ട് സെക്യൂരിറ്റി മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഉറപ്പായിട്ട് ആരായിരിക്കും? സെബിയാണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ഒക്കെ ഇങ്ങനെ സ്ഥിരം സാന്നിധ്യമാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങളുടെ എല്ലാം ഇയർ, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ 1988 സെബി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് അണ്ടർ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്. ഇപ്പോഴത്തെ ചെയർമാനാണ് ടുഹിൻ കാണ്ട പാണ്ഡെ ആണെന്നുള്ള കാര്യം മറക്കണ്ട. അടുത്തത് PM ആശാ സ്കീം. PM ആശാ സ്കീം പഴയതാണ് ശരിക്കും, അത് 2018 ലോഞ്ച് ചെയ്തൊരു സ്കീമാണ്. അതിന്റെ കാലാവധി ഈ പറയുന്ന 2024 അവസാനിച്ചതായിരുന്നു. പക്ഷേ ഈ PM ആശാ സ്കീം വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2025-26 കൂടി ഇത് അപ്രൂവ് ഒന്നുകൂടെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്, അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. PM ആശാ സ്കീം എന്ന് 2018 ഫോം ചെയ്തത്. ഇത് അത്രയേ ഉള്ളൂ. ഫാമേഴ്സിന് അവരുടെ ക്രോപ്സിന് ബെറ്റർ പ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ PM ആശാ സ്കീം എന്ന് പറയുന്നത്. കർഷകർക്ക് ഒരു ആശയ്ക്ക് വകയുള്ളതാണെന്ന് ഓർത്ത് വെക്കുക PM ആശാ സ്കീം എന്ന് പറയുന്നത്. അപ്പൊ ആശാ സ്കീം അനുസരിച്ച് ഫാമേഴ്സിന് അവരുടെ ക്രോപ്സിന് ഗുഡ് പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് 2024 കഴിഞ്ഞ സ്കീമായിരുന്നു, പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് 2026 വരെ. അടുത്തത് വികസിത ഗൗൺ സ്കീം. എന്താണ് വികസിത ഗൗൺ സ്കീം എന്ന് പറയുന്നത്? അത് വില്ലേജ് ഡെവലപ്മെന്റ് വേണ്ടിയുള്ള സ്കീമാണ്. അത് ഒഡീഷ ഗവൺമെന്റ് ആണ്. വികസിത ഗൗൺ എന്ന് പറയുന്ന സ്കീം എന്ന് ഓർക്കുക, വില്ലേജ് ഡെവലപ്മെന്റ് സ്കീമാണ്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്കീമാണെന്ന് ഓർത്തു വെക്കുക. ഒഡീഷ ഗവൺമെന്റിന്റേതാണെന്നുള്ളവർ മറക്കണ്ട. അടുത്തത് ആയുഷ്മാൻ വേ വന്ദൻ സ്കീം. ആയുഷ്മാൻ വേ വന്ദൻ സ്കീം എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ, അതായത് ഒരു ഏജ് 70 ആൻഡ് എബോവ് വരുന്ന ആളുകൾക്ക് ഒരു 10 lakh വരെ വരുന്ന ഹെൽത്ത് കവറേജ്, നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ഹെൽത്ത് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, അത് ഡൽഹി ഗവൺമെന്റിനാണ്. ആയുഷ്മാൻ വേ വന്ദൻ സ്കീം എന്ന് പറയുന്നത് ഡൽഹി ഗവൺമെന്റ് ലോഞ്ച് ചെയ്തതാണ്. സീനിയർ സിറ്റിസൺ ഒരു 10 lakh വരെ ഹെൽത്ത് കവറേജ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു സ്കീമിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആയുഷ്മാൻ വേ വന്ദൻ. PM യുവ 3.0 സ്കീം ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തത്? നമുക്കറിയാം, അത് ഉറപ്പായിട്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടാണ് PM യുവ 3.0 എന്ന് പറയുന്നത്. അതായത് തൊട്ടു മുന്നേ നല്ല നമുക്കൊരു നമ്മളുടെ എന്താ പറയുക NEP 2020 അനുസരിച്ച് നിപുൺ ഭാരത് മിഷൻ നമ്മൾ പഠിച്ചിരുന്നു, കൃത്യമായിട്ട് പഠിച്ചതാണ്. അത് കൊച്ചു ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്സ് അതുപോലെ തന്നെ നമ്മളുടെ അക്ഷരങ്ങളെയൊക്കെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കുക, അവരുടെ റീഡിംഗ് ആൻഡ് ന്യൂമറസി ഒക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നതിന് ബേസിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു നിപുൺ ഭാരത് മിഷൻ. അതുപോലെ തന്നെ അവിടെ എഴുത്തിനെയും മാത്സിനെയും ഒക്കെ പ്രൊട്ടക്ട്, ഒരു റീഡിങ്ങിനെയും അതുപോലെ തന്നെ മാത്സിനെയും എൻകറേജ് ചെയ്യുന്നതാണ് നിപുൺ ഭാരത് മിഷൻ എങ്കിൽ, അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷന്റെ മറ്റൊരു സ്കീമാണ് PM യുവ 3.0 എന്ന് പറയുന്നത്. അത് ശരിക്കും യൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ഓതേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യാനുള്ള ഒരു സ്കീമാണ് PM യുവ 3.0 എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, നിപുൺ ഭാരത് മിഷൻ കൊച്ചു ക്ലാസ്സുകളിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് റീഡിങ്ങും ന്യൂമറസിയിലുള്ള ആ ഒരു പ്രൊവിഷൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സ്കീമായിരുന്നു നിപുൺ ഭാരത് മിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യങ് ഓതേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക, അവരെ മെന്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് PM യുവ 3.0 എന്ന് പറയുന്നത്. ബിലോ 30 years ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് രണ്ടെണ്ണം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. Who become the youngest female to conquer the highest peak on each of the 7 continents? 7 ഭൂഖണ്ഡങ്ങളിലെയും 7 കോണ്ടിനെന്റ്സിലെയും ഹയസ്റ്റ് പീക്കുകൾ കീഴടക്കിയ ആദ്യത്തെ നമ്മളുടെ ഏറ്റവും യങ്ങസ്റ്റ് ഫീമെയിൽ ആരാണെന്നുള്ള ചോദ്യം. ഏറ്റവും യങ്ങസ്റ്റ് ഫീമെയിൽ ആരാണ്? ഒന്ന് ഓർത്തു വെക്കുക, അതാണ് കാമിയ കാർത്തികേയനാണ്. വെറും 17 വയസ്സ് മാത്രമേ ഉള്ളൂ. മുംബൈക്കാരിയാണ്. ലോകത്തിലെ 7 കോണ്ടിനെന്റിലെയും ഏറ്റവും ഹൈയസ്റ്റ് പീക്ക് ഇൻക്ലൂഡിങ് നമ്മളുടെ മൗണ്ട് എവറസ്റ്റ് ഇതെല്ലാം കൂടെ കീഴടക്കിയിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ആരാണ്? 17 വയസ്സ് മാത്രമുള്ള കാമിയ കാർത്തികേയനാണ് യങ്ങസ്റ്റ് ഫീമെയിൽ എന്ന് ഓർത്തു വെക്കുക. Who become youngest female to conquer the highest peak on each of the 7 continents. ആരാണ്? കാമിയ കാർത്തികേയൻ. അതുപോലെ തന്നെ യങ്ങസ്റ്റ് ഇന്ത്യൻ ടു കോൺക്വർ ദ ഹയസ്റ്റ് പീക്ക് ഓൺ ഈച്ച് ഓഫ് 7 കോണ്ടിനെന്റ്. യങ്ങസ്റ്റ് ഇന്ത്യൻ ടു കോൺക്വർ ദ ഹയസ്റ്റ് പീക്ക് ആരാണ്? അത് വിശ്വനാഥ് കാർത്തികേയൻ. മറ്റേതാരായിരുന്നു? കാമ്യ. യങ്ങസ്റ്റ് ഫീമെയിൽ ടു കോൺക്വർ ഹയസ്റ്റ് പീക്ക് ഓൺ ഈച്ച് ഓഫ് ദ 7 കോണ്ടിനെന്റ് ആണെങ്കിൽ കാമ്യ കാർത്തികേയൻ. ഇവിടെ ഓർത്തു വെക്കുക, യങ്ങസ്റ്റ് ഇന്ത്യൻ ടു കോൺക്വർ ദ ഹയസ്റ്റ് പീക്ക് ഓൺ ഈച്ച് ഓഫ് ദ 7 കോണ്ടിനെന്റ്
ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും അത് എന്താണ് ഏറ്റവും ഹയസ്റ്റ് പീക്കുകൾ കീഴടക്കിയ യങ്ങസ്റ്റ് ഇന്ത്യൻ ആരാണെന്ന് വെച്ചാൽ വിശ്വനാഥ് കാർത്തികേയ. ഈ കൊച്ചിന് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അടുത്തത് CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഓഫീസർ ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മളുടെ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. അത് ആരാണെന്ന് വെച്ചാൽ അതാണ് ഗീതാ സമോദ ഒരു ആദ്യത്തെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്നും ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് ഗീതനെ ഓർത്തു വെക്കാം. ഫോർബ്സ് ബില്യനെയർ ലിസ്റ്റ് അനുസരിച്ച് ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ, വേൾഡിലെ റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ളത് എലോൺ മസ്ക് ആണ്. 2 നമ്മുടെ ആമസോണിന്റെ ജെഫ് ബെസോസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്ക് സുക്കർബർഗ് മൂന്നാമത്തേത്. ഓർത്തു വെക്കുക. ഫോർബ്സ് ബില്യനെയർ ലിസ്റ്റ് 2025 പ്രകാരം ലോകത്തിലെ തന്നെ റിച്ചസ്റ്റ് പേഴ്സൺ എലോൺ മസ്ക് ആണ്. ടെസ്ല, സ്പേസ് എക്സ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. ജെഫ് ബെസോസ് ആമസോൺ, മാർക്ക് സുക്കർബർഗ്. ഇത്രയും 3 പേരെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ബില്യനെയേഴ്സ് ഫോർബ്സിന്റെ ലിസ്റ്റ് അനുസരിച്ച് ബില്യനെയർ ആയിട്ടുള്ളവർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ടൈം മാഗസിൻ വുമൺ ഓഫ് ദി ഇയർ 2025 ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഏതാണ് ഇന്ത്യക്കാരിയാണ്. പൂർണിമ ദേവി ബർമൻ ആണ് ടൈം മാഗസിൻസ് വുമൺ ഓഫ് ദി ഇയർ 2025. പുള്ളിക്കാരുടെ എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അറിയപ്പെട്ട ബയോളജിസ്റ്റ് വൈൽഡ് ലൈഫ് കൺസർവേഷനിസ്റ്റ് ആണ് ഈ പറയുന്ന പൂർണിമയ്ക്കാണ് ടൈം മാഗസിൻസ് വുമൺ ഓഫ് ദി ഇയർ 2025 കിട്ടിയെന്ന് ഓർത്തു വെക്കാം. ഗുജറാത്തിൽ ഇവിടെ ഒന്ന് ഓർത്ത് നോക്കണ്ട. ഇനി നമ്മുടെ PT ഉഷ നമുക്കറിയാം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് PT ഉഷ. അതിന്റെ ഫസ്റ്റ് ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസ് ഗുജറാത്തിൽ കൂടിയിരുന്നു. നീരജ് പരാഗ് ഒന്ന് ഓർത്ത് വെക്കുക. റിലയൻസ് പവറിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടാണ് നീരജ് പരാഗ്. ഓർത്ത് വെക്കുക. ഗുജറാത്തിൽ എന്ത് കൂടിയിട്ടുണ്ട്? ഒളിമ്പിക് റിസർച്ചിന്റെ കോൺഫറൻസ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് PT ഉഷ. നീരജ് പരാഗ് ആണ് റിലയൻസ് പവറിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്ലസ് CEO. നെക്സ്റ്റ് ഓർക്കേണ്ടത് വിച്ച് മെൻസ് ഫുട്ബോളർ ബിക്കം ദ ഫസ്റ്റ് ടു വിൻ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം, ദ ഹയസ്റ്റ് സിവിലിയൻ ഹോണർ ഓഫ് ദ USA. അത് USA ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ആണ്. പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇത് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ലയണൽ മെസ്സി. പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലയണൽ മെസ്സി. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ജനറേഷൻ ബീറ്റ ബേബി? ഈ ബീറ്റ ജനറേഷൻ എന്ന് പറയുന്നത് 2025 to 2039 ആണ്. ജനറേഷൻ ആൽഫ എന്ന് പറഞ്ഞത് 2010 to 24 ആയിരുന്നു. 10 to 24 ആൽഫ ജനറേഷൻ. ബീറ്റ ജനറേഷൻ എന്ന് പറഞ്ഞത് 25 to 39. അപ്പൊ 25 ആദ്യം ഉണ്ടായ കുട്ടി മിസോറാമിൽ ഉണ്ടായ ആരാണ്? ഫ്രാങ്കി. മിസോറാമിലെ ഫ്രാങ്കിയാണ് ഫസ്റ്റ് ബീറ്റ ജനറേഷൻ ബേബി എന്ന് പറയുന്നത്. ഇത് ഒരു എക്സസൈസുകൾ നമുക്കറിയാം സാധാരണ നമ്മൾ എപ്പോഴും ക്വസ്റ്റൻസിൽ കാണുന്നതാണ്. മിലിറ്ററി എക്സസൈസുകൾ അത് നോക്കി വെക്കാം. ബൈലാറ്ററൽ എക്സസൈസ് ബോങ്സാഗർ ഹാസ് ബീൻ കണ്ടക്ടഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? ബോങ്കോസാഗർ എന്ന് പറയുന്ന ബൈലാറ്ററൽ എക്സസൈസ് ഇന്ത്യയും ആരും തമ്മിലായിരുന്നു? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ എക്സസൈസ് ആണ് ഈ പറയുന്ന ബോങ്കോസാഗർ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. ബോങ്കോസാഗർ ഇസ് ആൻ എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. അടുത്തത് ഇന്ദ്ര എന്ന് പറയുന്നത് ആര് തമ്മിലാണ്? ഇന്ദ്ര എന്ന് പറയുന്നത് റഷ്യയും ഇന്ത്യയും കൂടെ ഉള്ളതാണ്. ഇന്ത്യ, റഷ്യയും ഇന്ത്യയും. അടുത്തത് പ്രചന്ത് പ്രഭാർ എന്ന് പറഞ്ഞ ട്രൈ സർവീസ് വാർഫെയർ എക്സസൈസ് എന്ന് പറയുന്നത് ആര് തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ആർമിയുടേതാണ്. പ്രചന്ത് പ്രഹാർ എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയുടെ ഒരു വാർ എക്സസൈസ് ആയിരുന്നു. അത് നടന്നത് എവിടെയാണെന്ന് വെച്ചാൽ രാജസ്ഥാനിൽ വെച്ചിട്ടായിരുന്നു. ഒന്നുകൂടെ ഓർത്തു വെക്കാം. നമ്മൾ പറഞ്ഞു ബോങ്കോ സാഗർ ആണെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും. അതുപോലെ തന്നെ ഇന്ദ്രയാണെങ്കിൽ ഇന്ത്യയും റഷ്യയും. പ്രചാന്ത് പ്രഹാർ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ മിലിറ്ററി എക്സസൈസ് ആയിരുന്നു. അത് എവിടെയായിരുന്നു? രാജസ്ഥാനിൽ വെച്ചിട്ടായിരുന്നു. എക്സ് ഡസ്ലിക് എന്ന് പറയുന്നത് ഇന്ത്യയും അതുപോലെ തന്നെ നമ്മളുടെ ഉസ്ബെക്കിസ്ഥാനും കൂടെ ചേർത്തിട്ടായിരുന്നു. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ചേർത്തിട്ടാണ് എക്സ് ഡസ്ലിക് എന്ന് പറയുന്നത്. എക്സ് ഡസ്ലിക് ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും. കാഞ്ചർ 2025 എന്ന് പറയുന്നത് ഇന്ത്യയും കിർഗിസ്ഥാനും കൂടെ ചേർത്തിട്ടുള്ളതാണ്. കാഞ്ചർ ഇന്ത്യയും കിർഗിസ്ഥാനും. അടുത്തത് സീ ഡ്രാഗൺ ആണെങ്കിൽ ഇന്ത്യയും USA. ഏകവീര്യൻ ആണെങ്കിൽ നമ്മളുടെ ഇന്ത്യയും അതുപോലെ തന്നെ മാൽദീവ്സും കൂടെ ചേർന്നാണ് ഏകവീര്യൻ എന്ന് പറയുന്നത്. അടുത്തത് ലാപ്പെറോസ് എന്ന് പറയുന്നത് ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഈ ലാപ്പെറോസ് എന്ന് പറയുന്ന മിലിറ്ററി എക്സസൈസിൽ നമ്മളുടെ ഒരു ഇന്ത്യൻ നേവിയുടെ ഒരു കപ്പൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. നേവിയുടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഓർത്തു വെക്കാം. ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അടുത്തത് എയ്റോ ഇന്ത്യ 2025. ഇതൊന്നും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഏഷ്യയുടെ ഏറ്റവും ബിഗസ്റ്റ് എയർ ഷോ ആണ് എയ്റോ ഇന്ത്യ 2025 എന്ന് പറയുന്നത്. അതിന്റെ തീം എന്ന് പറയുന്നത് ദ റൺവേ ടു എ ബില്യൺ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്.
ദെൻ അതിനകത്ത് റഷ്യയുടെ SU-57 എന്ന് പറയുന്ന മേജർ എയർക്രാഫ്റ്റ്, അമേരിക്കയുടെ F-35 ലൈറ്റ്നിങ് ദ സെക്കൻഡ് എയർക്രാഫ്റ്റ്, ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്തിരുന്നു എന്നുള്ളതും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി 15th എഡിഷൻ ഓഫ് എയ്റോ ഇന്ത്യ 2025 നടന്നത് ബാംഗ്ലൂരിൽ വെച്ചിട്ടായിരുന്നു. ഓർത്തു വെക്കുക, ഏഷ്യയുടെ ഏറ്റവും ബിഗസ്റ്റ് എയർ ഷോ ആയിട്ടുള്ള എയ്റോ ഇന്ത്യ 2025 നടന്നത് എവിടെയാണ്? ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. അടുത്തത് ജൽതൽ രക്ഷ 2025 ഇന്ത്യൻ ആർമി കണ്ടക്ട് ചെയ്തതാണ്. അത് എവിടെ വെച്ചാന്ന് വെച്ചാൽ ഗുജറാത്തിൽ വെച്ചിട്ടായിരുന്നു. ജൽതൽ രക്ഷ 2025 എന്ന് പറയുന്ന ആ ഒരു മിലിറ്ററി എക്സസൈസ് ഇന്ത്യൻ ആർമി നടത്തിയത് ഗുജറാത്തിൽ വെച്ചിട്ടാണ്. വരുണ 2025 is a bilateral naval exercise between India and which country? ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്നുള്ളതാണ് വരുണ. ഇന്ത്യയും ഫ്രാൻസും വരുണ ഓർത്തു വെക്കുക. ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്നുള്ളതാണ് വരുണ. ഇവിടെ തന്നെ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ ശക്തി, ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്നുള്ള ആർമി എക്സസൈസ് ആണെങ്കിൽ ശക്തി, നേവി ആണെങ്കിൽ വരുണ, എയർ ആണെങ്കിൽ ഗരുഡ. ടൈഗർ ട്രിംബ് 2025 എക്സസൈസ് എന്ന് പറയുന്നത് ഇന്ത്യയും USA തമ്മിലുള്ളതാണ്. ഓർത്തു വെക്കുക, ഇന്ത്യയും USA തമ്മിലുള്ളതാണ്. ധർമ്മ ഗാർഡിയൻ 2025 ഇന്ത്യയും ആരൊക്കെ തമ്മിലാണെന്ന് വെച്ചാൽ ഇന്ത്യയും ജപ്പാനും കൂടെ തമ്മിലാണ്. ധർമ്മ ഗാർഡിയൻ 2025 എന്ന് പറഞ്ഞത് ഇന്ത്യയും ജപ്പാനോട് ചേർന്നുള്ളതാണ്. സൈക്ലോൺ 2025 എന്ന് പറയുന്നത് ഇന്ത്യയും ഈജിപ്റ്റോട് ചേർന്നുള്ളതാണ്. സൈക്ലോൺ 2025 ഇന്ത്യ പ്ലസ് ഈജിപ്റ്റ്. നൊമാഡിക് എലിഫന്റ് 2025 ആണെങ്കിൽ അത് മംഗോളിയും ഇന്ത്യയും കൂടെ ചേർന്നുള്ളതാണ്. മംഗോളിയും ഇന്ത്യയും ഇവിടെ നോക്കാം, മംഗോളിയും ഇന്ത്യയും കൂടെ ചേർന്നാണ് എക്സ് നൊമാഡിക് എലിഫന്റ് എക്സസൈസ് എന്ന് പറയുന്നത്. അടുത്തത് ഡെവിൾ സ്ട്രൈക്ക് എക്സസൈസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി നടത്തിയതാണ് നോർത്തേൺ ബോർഡിൽ. ഇനി ഫിലിം നമുക്കറിയാം സ്ഥിരം സാന്നിധ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഫിലിമുമായിട്ട് റിലേറ്റഡ് ആയിട്ടത് കൃത്യമായിട്ട് ഓർത്തു വെക്കാം. Who was honored with the French Civilian Award Office at Des Letter for Contribution to Cinema? ഇത് കൃത്യമായിട്ട് ഓർത്തേക്കാം. ഒരു ഫ്രഞ്ച് സിവിലിയൻ അവാർഡാണ് ഓഫീസർ ഡെസ് ആർട്സ് എറ്റ് ഡെസ് ലെറ്റർ എന്ന് പറയുന്നത്. ഇത് കിട്ടിയിരിക്കുന്നത് പായൽ കപാഡിക്കാണ്. അവരുടെ മൂവി എന്ന് പറയുന്നത് ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കാം, ഇത് കിട്ടിയിരിക്കുന്ന പായൽ കപാഡിക്കാണ്. ഫിലിം ഏതാണ്? ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്നുള്ളതാണ്. അടുത്തത് ബാഫ്ത അവാർഡ് 2025 ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡ് അല്ലെങ്കിൽ ബാഫ്ത അവാർഡിന്റെ 78th എഡിഷൻ ആയിരുന്നു നടന്നത്. അതിന്റെ വിന്നർ ആയിട്ടുള്ളത് ഫിലിം ഏതാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ബാഫ്ത അവാർഡിന്റെ ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. ബെസ്റ്റ് ആക്ടർ ആഡ്രിൻ ബ്രോഡി ആണ്, അത് ബ്രൂട്ടലിസ്റ്റിലെ ആ ഒരു അഭിനയത്തിനാണ്. ബെസ്റ്റ് ആക്ട്രസ് മിക്കി മെഡിസൺ ആണ് അനോറ എന്ന് പറയുന്ന ഫിലിമില്. ബെസ്റ്റ് ഡയറക്ടർ ബ്രാഡി കോബറ്റ് ആണ്, അതും ബ്രൂട്ടലിസ്റ്റിനാണ്. ഓർത്തു വെക്കുക, എളുപ്പമാണ് ഓർത്തു വെക്കാൻ. ബാഫ്ത ഫിലിം അവാർഡ് ബി ആണ്. ബി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ഫിലിമിന്. ദെൻ അതിന്റെ അഭിനേതാവ് ആഡ്രിൻ ബ്രോഡി, ഇവിടെ ഒരു ബി ഉണ്ട്. ബെസ്റ്റ് ഡയറക്ടർ ബ്രാഡി കോർബറ്റ്, അവിടെ ഒരു ബി ഉണ്ട്. ഇനി ഈ പറയുന്ന ബെസ്റ്റ് ആക്ട്രസിന് മാത്രമേ വ്യത്യാസമുള്ളൂ, മിക്കിയാണ് അനോറ എന്ന് പറയുന്ന ഫിലിമില്. അപ്പൊ ബാഫ്തയ്ക്ക് ഒരു 3 ബീനെ ഓർത്ത് വെക്കാം. ബാഫ്തയില് ബ്രൂട്ടലിസ്റ്റ്, ആഡ്രിൻ ബ്രോഡി, ബ്രാഡി കോർബറ്റ്. ദെൻ ആക്ട്രസ് വരുമ്പോഴത്തേന് അനോറ, മിക്കി മെഡിസൺ ഓർത്ത് വെക്കാം. ഇനി ബെസ്റ്റ് പിക്ചർ ഡ്രാമ വിഭാഗത്തില് ഗോൾഡൻ ഗ്ലോബ് കിട്ടിയിരിക്കുന്നത് ഏതിനാണെന്ന് വെച്ചാൽ അതും ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. ബെസ്റ്റ് പിക്ചർ അവാർഡ് അറ്റ് ദ ഗോൾഡൻ ഗ്ലോബ് 2025 ഗോൾഡൻ ഗ്ലോബ് 2025 കിട്ടിയിരിക്കുന്നത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. എന്നാൽ കോമഡിയിൽ വരുമ്പോൾ എമിലിയ പെരേസ് എന്ന് പറയുന്ന ഫിലിമാണ്. അതിനകത്ത് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നതും ആരാണ്? നമ്മുടെ ബ്രൂട്ടലിസ്റ്റിനകത്ത് ആഡ്രിൻ ബ്രോഡി തന്നെയാണ്. ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്നത് ഫെർണാണ്ട ടോറസ് ആണ്. ഫെർണാണ്ട ടോറസ്. Then, which Indian short film was nominated for Best Live Action Short Film at the 97th Oscar Award? ഇതാണ് 97th ഓസ്കാർ അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്ത ഷോർട്ട് ഫിലിം, ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം കാറ്റഗറിയിലേക്ക് നോമിനേറ്റ് ചെയ്ത ഇന്ത്യൻ ഷോർട്ട് ഫിലിം പ്രിയങ്ക ചോപ്രയും ഗുനീത് മോംഗയും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത അനുജ എന്ന് പറയുന്നതാണ്. അനുജ 97th ഓസ്കാർ അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ഇന്ത്യൻ ഷോർട്ട് ഫിലിം അനുജ. ദെൻ അടുത്തത് ഓസ്കാർ ആണ്, വെരി ഇമ്പോർട്ടന്റ്. ഓസ്കാർ അവാർഡിലെ ഏറ്റവും ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് അനോറയാണ്. അത്രയും നേരം നമ്മൾ കണ്ടതെല്ലാം ഏതായിരുന്നു? ദ ബ്രൂട്ടലിസ്റ്റ് ആണെങ്കിൽ, പക്ഷെ ഓസ്കാർ കിട്ടിയത് ബ്രൂട്ടലിസ്റ്റിനല്ല. ഏതിനാണ്? അനോറ എന്ന് പറയുന്ന ഫിലിമിനാണ്. ബെസ്റ്റ് ഫിലിം അനോറ. ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് ആഡ്രിൻ ബ്രോഡി തന്നെയാണ് ബ്രൂട്ടലിസ്റ്റിലെ അഭിനയത്തിന്. ബെസ്റ്റ് ആക്ട്രസിന് അവിടുത്തെ മാറ്റമില്ല, മിക്കി മെഡിസൺ തന്നെ അനോറയ്ക്ക്. ബെസ്റ്റ് ഡയറക്ടർ പക്ഷെ മാറി, അത് അനോറയുടേതായി, സീൻ ബേക്കറായി. ദെൻ ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഫ്ലോ. ദെൻ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് അനോറയ്ക്കാണ്, ഓസ്കാർ. അടുത്തത് ഗ്രാമി അവാർഡ്. ഗ്രാമി അവാർഡ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ അവാർഡാണ്. മ്യൂസിക്കൽ അവാർഡ് അതിനകത്ത് ആൽബം ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിരിക്കുന്നത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഏറ്റവും വലിയ ഒരു മ്യൂസിക്കൽ അവാർഡാണ് ഗ്രാമി അവാർഡ് 2025 എന്ന് പറയുന്നത്. അതില് റെക്കോർഡ് ഓഫ് ദി ഇയർ ആണെങ്കിൽ നോട്ട് ലൈക്ക് അസ്, കെൻഡ്രിക് ലമാറിന്റെ നോട്ട് ലൈക്ക് അസ്. അതുപോലെ തന്നെ സോങ് ഓഫ് ദി ഇയറും നോട്ട് ലൈക്ക് അസ്. ദെൻ ആൽബം ഓഫ് ദി ഇയർ ആണെങ്കിൽ കിട്ടിയിരിക്കുന്നത് കൗബോയ് കാട്ടർ, ബയോൺസിന്റെ കൗബോയ് കാട്ടർ ആണ്. ഓർത്തു വെക്കാം,
ഗ്രാമി അവാർഡ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ അവാർഡാണ്. റെക്കോർഡ് ഓഫ് ദി ഇയറും അതുപോലെ തന്നെ സോങ് ഓഫ് ദി ഇയറും ആണെങ്കിൽ ഏതാണ്? നോട്ട് ലൈക്ക് അസ്. ആൽബം ഓഫ് ദി ഇയർ ആണെങ്കിൽ കൗബോയ് കാട്ട ബയോൺസിന്റെ. ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് ചാപ്പൽ റോവാൻ ആണ്. ചാപ്പൽ റോവാൻ. നമ്മളുടെ ഒരു ഇന്ത്യൻ അമേരിക്കൻ ഒറിജിൻ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ഉള്ള ഒരു ഇന്ത്യൻ അമേരിക്കൻ ലേഡിക്ക് ഈ പറഞ്ഞ ഗ്രാമി അവാർഡിൽ ബെസ്റ്റ് ന്യൂ ഏജ് ആൽബം അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ത്രിവേണിയാണ്. ത്രിവേണി അല്ല, ചന്ദ്രിക ടാണ്ടനാണ്. അവരുടെ ത്രിവേണി എന്ന് പറയുന്ന ആൽബത്തിന് ഓർത്ത് വെക്കുക. ബെസ്റ്റ് ന്യൂ ഏജ് ആൽബം ഗ്രാമി അവാർഡിലെ ബെസ്റ്റ് ന്യൂ ഏജ് ആൽബം അവാർഡ് കിട്ടിയിരിക്കുന്നത് ത്രിവേണി എന്ന് പറയുന്ന ആൽബം. അതൊരു ഇന്ത്യൻ അമേരിക്കൻ മ്യൂസീഷ്യൻ ആണ് പുള്ളിക്കാരി. ചന്ദ്രിക ബെസ്റ്റ് ന്യൂ ഏജ് കിട്ടിയിരിക്കുന്നത് ചന്ദ്രികയ്ക്കാണെന്ന് ഓർത്ത് വെക്കാം. അടുത്തത് ഈ ഇന്ത്യൻ ഇതിനു മുന്നേ ഉള്ള ഗ്രാമി അവാർഡിലെ ഇന്ത്യൻ വിന്നേഴ്സ് ആണ്. റിക്കി എന്ന് പറയുന്നത് ഡിവൈൻ ടൈറ്റ്സിന് മുന്നേ കിട്ടിയിട്ടുണ്ട് 2023. കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഇമ്മേഴ്സീവ് ഓഡിയോ ആൽബം കാറ്റഗറി ആയിരുന്നു. 2024 ശങ്കർ മഹാദേവനും സക്കീർ ഹുസൈന്റെ ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം ദ മൊമെന്റ് എന്ന് പറയുന്നതിന്. ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് അതിനും സക്കീർ ഹുസൈനും രാകേഷ് ചൗരേഷിയും പശോത്തോ എന്ന് പറയുന്ന പസ്തോ എന്ന് പറയുന്ന ഒരു ആൽബത്തിനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇതിന് മുന്നേ കിട്ടിയിരിക്കുന്നവര് റിക്കി, ശങ്കർ മഹാദേവൻ, സക്കീർ ഹുസൈൻ, അതുപോലെ തന്നെ രാകേഷ് ചൗരസ്യ. ഇതൊരു 3 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ആദ്യമായിട്ട് ശരിക്കും ഈ ഗ്രാമി അവാർഡ് കിട്ടിയത് പണ്ഡിറ്റ് രവിശങ്കറിനാണ് 1968. ഇന്ത്യൻ വുമൺ ആണെങ്കിൽ തൻവി. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആണെങ്കിൽ തൻവി. അടുത്തത് 78th കാൻ ഫിലിം ഫെസ്റ്റിവൽ പാംദോർ പുരസ്കാരം എന്ന് പറയും. പാംദോർ അവാർഡ് അതിന് കിട്ടിയിരിക്കുന്ന ഇറാനിയൻ സംവിധായകനായിട്ടുള്ള ജാഫർ പനാഹിക്കാണ്. ജാഫർ പനാഹിക്ക് എന്നാണ് 78th കാൻ ഫിലിം ഫെസ്റ്റിവൽ പാംദോർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഫിലിം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്നുള്ളതാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക, നല്ലതായിരിക്കും. ഇത് പാംദോർ അവാർഡ് അറ്റ് 2025 കാൻ ഫിലിം ഫെസ്റ്റിവൽ കിട്ടിയിരിക്കുന്നത് പാംദോർ, ദ ഹയസ്റ്റ് പ്രൈസ് ആണ് ഈ പറയുന്ന കാൻ ഫിലിം ഫെസ്റ്റിവലിലെ. അപ്പൊ അത് കിട്ടിയിരിക്കുന്നത് ജാഫർ പനാഹിക്കാണെന്നുള്ള കാര്യം ഓർത്ത് നോക്കുക. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്നുള്ളതാണ് ഫിലിം. ഡയറക്ടർ ചാസൻ, ബെസ്റ്റ് ആക്ട്രസ് ക്ലിയോ, ബെസ്റ്റ് ആക്ടർ ഫ്രാങ്ക്. IIFA അവാർഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അവാർഡ് ആണ്. അത് ജയ്പൂരിൽ, രാജസ്ഥാനിലെ ജയ്പൂർ വെച്ചിട്ടായിരുന്നു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് കിട്ടിയത് രാകേഷിനാണ്, രാകേഷ് റോഷൻ. ഇനി ബെസ്റ്റ് ഫിലിം ലാപ്പത്ത ലേഡീസ് ആണ്. ബെസ്റ്റ് ഡയറക്ടർ കിരൺ റാവു. ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് കാർത്തിക്. ബെസ്റ്റ് ആക്ടർ നിതാൻഷി. നമ്മുടെ ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ശ്രേയ ഘോഷാലാണ്. മെയിൽ ആണെങ്കിൽ ജൂബിൻ ഓർത്ത് വെക്കുക. അതായത് IIFA എന്താന്ന് ഓർത്ത് വെച്ചോണം. ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അവാർഡ് ആണ്. അതിലെ ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് ലാപ്പത്ത ലേഡീസ് ആണ്. ബെസ്റ്റ് ഡയറക്ടർ കിരൺ, കാർത്തിക് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് നിതാൻഷി എന്നുള്ളതാണ്. ഇനി അടുത്തത് ഫ്രീ സ്പീച്ച് ഇൻഡെക്സ് അനുസരിച്ച് 33 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? 24ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക്. ഓർത്തു വെക്കുക. ഫ്രീ സ്പീച്ച് അതായത് നമ്മുടെ സംസാര സ്വാതന്ത്ര്യം ഉള്ളത്. അതായത് മീൻസ് നമ്മുടെ എന്താണ് ഇപ്പം മാധ്യമങ്ങൾക്കും ആർക്കും ആയിക്കോട്ടെ എല്ലാവർക്കും ഒരു ഫ്രീ സ്പീച്ച് നടത്താൻ ഉള്ള ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓഫ് സ്പീച്ച് ആ ഒരു ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് അത് ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 27th ആണ്. അതിൽ ടോപ്പ് ആയിട്ട് വരുന്ന കൺട്രി എന്ന് പറയുന്നത് നോർവേയാണ്. സെക്കൻഡ് ഡെൻമാർക്ക്. ഓർത്ത് നോക്കുക. ഫ്രീ സ്പീച്ച് ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും ടോപ്പിൽ വരുന്ന നോർവേ, സെക്കൻഡ് ഡെൻമാർക്ക്, ഇന്ത്യ 24ാമത്തെ റാങ്ക് മാത്രമേ ഉള്ളൂ. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025 അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് കുറച്ച് പുറകിലാണ്. 118ാമത്തെ റാങ്ക് മാത്രമേ ഉള്ളൂ. 118ാമത്തെ റാങ്കേ ഉള്ളൂ. അതിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് ഫിൻലാൻഡ് ആണ്. ഏറ്റവും ഹാപ്പിനെസ് അനുസരിച്ച്, ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ സന്തോഷം മാത്രമല്ല, GDP പെർ ക്യാപിറ്റ, സോഷ്യൽ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നത്, പേഴ്സണൽ ഫ്രീഡം, കറപ്ഷൻ, ഹെൽത്തി ലൈഫ്, ഇതെല്ലാം നോക്കിയിട്ടാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025 ഇൻഡെക്സ് പുറത്തുവിടുന്നത്. അപ്പൊ അതിൽ ഇന്ത്യയുടെ സ്ഥാനം 118th മാത്രം പൊസിഷനിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഫിൻലാൻഡ് ആണ്, ദെൻ സെക്കൻഡ് ഡെൻമാർക്ക് ആണെന്നുള്ള കാര്യം ഓർക്കുന്നത്. ഏറ്റവും ലാസ്റ്റത്തെ അഫ്ഗാനിസ്ഥാൻ ആണ്. ഗ്ലോബൽ ലീഡ് ഗ്രീൻ ബിൽഡിംഗ് 2024 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 3rd ആണ്. ഓർത്ത് വെക്കുക. ഇത് എൻവയോൺമെന്റ് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ നമ്മളുടെ മാക്സിമം എനർജി ഒക്കെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഗ്ലോബൽ ലീഡ് ഗ്രീൻ ബിൽഡിംഗ് 2024 അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 3rd റാങ്ക് ആണ്. ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് ചൈന, സെക്കൻഡ് കാനഡ, 3ാമത്തത് ഇന്ത്യ. ഗ്ലോബൽ ലീഡ് ആണെങ്കിൽ 3ാമത്തത് ഇന്ത്യ ആണെന്ന് ഓർത്ത് വെക്കാം.
ഇനി ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് കണ്ടിരുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അതായത് നമ്മളുടെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് നോക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 4ാമത്തെ സ്ഥാനത്തേക്ക് വന്നു. USA, റഷ്യ, ചൈന 4ാം സ്ഥാനത്ത് നമ്മളുണ്ട് ഇന്ത്യ. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ 2025 അനുസരിച്ച് ഇന്ത്യ 4ാമത്തെ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞു. ദെൻ 180 രാജ്യങ്ങളിൽ ലിസ്റ്റ് എടുക്കുമ്പോൾ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യൻ റാങ്ക് 96 ആണ്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് അനുസരിച്ച് നമ്മളുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 96 ആണ്. ഡെൻമാർക്ക് ആണ് ഏറ്റവും ലീസ്റ്റ് കറപ്റ്റഡ് ആയിട്ടുള്ള കൺട്രി. മോസ്റ്റ് കറപ്റ്റഡ് ആയിട്ടുള്ള സൗത്ത് സുഡാൻ ആണ്. ദെൻ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് പ്രകാരം നമ്മളുടെ സ്റ്റേറ്റ്സിനെയാണ് നോക്കുന്നത്. ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ലോഞ്ച് ചെയ്യുന്ന ഓർത്ത് വെച്ചോണം, അത് ലോഞ്ച് ചെയ്യുന്നത് നീതി ആയോഗാണ്. ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആരാണ്? നീതി ആയോഗാണ്. അത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ സ്റ്റേറ്റ്സിനെയൊക്കെ നോക്കിയിട്ട് 5 കാറ്റഗറി, 5 കീ ഫാക്ടേഴ്സിന്റെ ബേസിൽ സ്പെൻഡിങ് ക്വാളിറ്റി, റവന്യൂ കളക്ഷൻ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഡെപ്റ്റ് ലെവൽ, ഡെപ്റ്റ് സസ്റ്റൈനബിലിറ്റി നോക്കിയിട്ട് ഫിനാൻഷ്യൽ ഹെൽത്തിന്റെ ബേസിൽ ഈ സ്റ്റേറ്റ്സിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ട് വരുന്ന ഒഡീഷയാണ്. ഛത്തീസ്ഗഡ് സെക്കൻഡ്, തേർഡ് ഗോവ, 4ാമത്തത് ഗുജറാത്ത്. ഫിനാൻഷ്യൽ ഹെൽത്ത് ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും ടോപ്പിൽ വന്ന സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷയാണുള്ള കാര്യം മറക്കണ്ട. അടുത്തത്, വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ UNCTAD റെഡിനെസ് ഫോർ ഫ്രോണ്ടിയർ ടെക്നോളജി ഇൻഡെക്സ് 2025 അനുസരിച്ച്? UNCTAD UN കോൺഫറൻസ് ഓൺ ട്രേഡ് ഡെവലപ്മെന്റ് അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 170 രാജ്യങ്ങൾ 36ാമത്തെ റാങ്കാണ്. ഇന്ത്യക്ക് പക്ഷെ ICTയിൽ 99th റാങ്കും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ 3rd റാങ്കും ഉണ്ട്. അപ്പൊ റെഡിനെസ് ഫോർ ഫ്രോണ്ടിയർ ടെക്നോളജി ഇൻഡെക്സ് 2025 അനുസരിച്ച് ഏറ്റവും ടോപ്പിൽ വരുന്ന USA. ദെൻ ഇന്ത്യയുടെ റാങ്ക് 36 ആണ്. അടുത്തത് പഞ്ചായത്ത് ഡെവല്യൂഷൻ ഇൻഡെക്സ്, അതായത് പഞ്ചായത്തിന്റെ സ്റ്റേറ്റ്സ്, സ്റ്റാറ്റസ് ഓഫ് ഡെവല്യൂഷൻ ടു പഞ്ചായത്ത് സ്റ്റേറ്റ്സ്. അതായത് ഇത് ശരിക്കും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ പഞ്ചായത്ത് രാജിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ പഞ്ചായത്ത് ഡെവല്യൂഷൻ ഇൻഡെക്സ് അനുസരിച്ച് ടോപ്പിൽ വരുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കർണാടകയാണ്, 2ാമത് കേരള, 3ാമത് തമിഴ്നാട്. കർണാടക, കേരള, തമിഴ്നാട്. പഞ്ചായത്ത് ഡെവല്യൂഷൻ ഇൻഡെക്സ് അനുസരിച്ച് കർണാടക, കേരള, തമിഴ്നാട്. അടുത്തത് ഗ്ലോബൽ A ഇൻവെസ്റ്റ്മെന്റ് 2025 അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 10th റാങ്ക് ആണ്. അതും UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് UNCTAD ആണ്. UNCTAD ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ്. ഇന്ത്യയുടെ റാങ്ക് 10th ആണ്. ടോപ്പിൽ വരുന്നത് USA, ദെൻ സെക്കൻഡ് ചൈന. ദെൻ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2025 അനുസരിച്ചാണെങ്കിൽ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2025 അനുസരിച്ചാണെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 151 ആണ്. നമ്മുടെ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം അത് നോക്കുമ്പോൾ ഓർത്ത് വെച്ചോണം, 151ാമത്തെ റാങ്കിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ടോപ്പ് കൺട്രീസ് എന്ന് പറയുന്നത് നോർവേ, ദെൻ അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് എട്രിയ എന്ന് പറയുന്ന രാജ്യമാണ്. പുറത്ത് ഓർത്ത് വെക്കുക. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആണെങ്കിൽ 151 ആണ് നമ്മളുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. അടുത്തത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2023. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025 അനുസരിച്ചാണെങ്കിൽ ഐസ്ലൻഡ് ആണ് ഫസ്റ്റ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2023 അനുസരിച്ചാണെങ്കിൽ ഐസ്ലൻഡ് ആണ് ഫസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് നോക്കാം. ദെൻ അതുപോലെ തന്നെ ഇവിടെ ഇത് എന്റെ സ്ലൈഡ് ഇല്ല എങ്കിൽ ഇതിനൊപ്പം ഒരു കാര്യം ഓർത്ത് വെച്ച് നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും ദെൻ അതുപോലെ തന്നെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ്, വെരി ഇമ്പോർട്ടന്റ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് അനുസരിച്ച് അതും ഐസ്ലൻഡ് ആണ് ഫസ്റ്റില്. ഇവിടെ ഇന്ത്യയുടെ റാങ്ക് 130 ആണെങ്കിൽ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് അനുസരിച്ചാണെങ്കിൽ 131 ആണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഓർത്ത് നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പം അത് നമ്മളുടെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം, ലിവിംഗ് കണ്ടീഷൻ ഇതൊക്കെ നോക്കിയിട്ട് ആരാണ് HRD അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഈ റാങ്ക് നിശ്ചയിക്കുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റാങ്ക് 2023 പ്രകാരം ഏറ്റവും ടോപ്പിൽ വരുന്ന ഐസ്ലൻഡ് ആണ്, സെക്കൻഡ് നോർവേ, ഇന്ത്യയുടെ റാങ്ക് 130 ആണ്. ഇനി ഇതോടൊപ്പം ഓർത്ത് നോക്കണം, ഞാൻ പറഞ്ഞു ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് അനുസരിച്ച് അതും ഐസ്ലൻഡ് ആണ് ഫസ്റ്റ്. ദെൻ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് അവിടെയും ഐസ്ലൻഡ് ആണ് ടോപ്പ്. ദെൻ ഇത് കൃത്യമായിട്ട് ഓർത്ത് നോക്കണേ, ഒന്നോർത്ത് നോക്കാം. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പിന്റെ ടോപ്പ് ഐസ്ലൻഡ് ആണ്, ഗ്ലോബൽ പീസ് ഇൻഡെക്സിന്റെ ഗ്യാപ്പ് ഐസ്ലൻഡ് ആണ്, ദെൻ പീസ് ഇൻഡെക്സ് ഐസ്ലൻഡ് ആണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഐസ്ലൻഡ് ആണ്. ദെൻ അതുപോലെ തന്നെ ഇന്ത്യയുടെ റാങ്ക് കൂടി ഇവിടെ ഓർത്ത് വെച്ചോണം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 130, ദെൻ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ആണെങ്കിൽ 131, ദെൻ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ആണെങ്കിൽ 115 ആണ്. ഓക്കെ, ദെൻ QS വേൾഡ് ഫ്യൂച്ചർ സ്കിൽ ഇൻഡെക്സ് 2025 അനുസരിച്ചാണെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് 25 ആണ്. QS വേൾഡ് ഫ്യൂച്ചർ സ്കിൽ ഇൻഡെക്സ് 2025 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. അത് റിലീസ് ചെയ്യുന്നത് QS വേൾഡ് ഫ്യൂച്ചർ സ്കിൽ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് ആരാണ്?
സൈമൺ QS എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ആണ് ഫ്യൂച്ചർ ഓഫ് വർക്ക്, സ്കിൽ ഫിറ്റ്, അക്കാഡമിക് റെഡിനെസ്, എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു സ്കിൽ ഇൻഡെക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയുടെ റാങ്ക് 25 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 25. പക്ഷെ ഫ്യൂച്ചർ ഓഫ് വർക്കിന്റെ അകത്ത് സെക്കൻഡ് റാങ്ക് ഉണ്ടതാണ്. അടുത്തത് വിച്ച് കൺട്രി ഓവർടുക്ക് UAE ആസ് ഇന്ത്യസ് ലാർജസ്റ്റ് സോഴ്സ് ഓഫ് റെമിറ്റൻസ്? ഏത് രാജ്യമാണ് UAE ഇന്ത്യയുടെ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് റെമിറ്റൻസ് ആയിട്ട്? അതായത് അത് ഒന്ന് ഓർത്ത് വെച്ചോണം. നമുക്ക് ഇന്ത്യയിൽ നമുക്കറിയാം ഈ റെമിറ്റൻസ് ഇന്ത്യൻ റെമിറ്റൻസ് സർവേ 2023-24 പ്രകാരം ഇത് റിലീസ് ചെയ്യപ്പെട്ടിടത്താണ് RBI ആണ് റിലീസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ റെമിറ്റൻസ് സർവേ റിലീസ് ചെയ്യുന്ന RBI ആണ്. അപ്പൊ ഈ ഒരു നമ്മൾ പുറത്തുനിന്ന്, അതായത് നമുക്ക് ഫോറിൻ വർക്കേഴ്സിൽ നിന്നും ഇന്ത്യയിലേക്ക് അവിടെ അവർ വർക്ക് ചെയ്തതിന്റെ പൈസ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് റെമിറ്റൻസ് എന്ന് പറയുന്നത്. എന്താണ്? മണി ട്രാൻസ്ഫർഡ് ബൈ ഫോറിൻ വർക്കേഴ്സ് ടു അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഏത് രാജ്യമാണെങ്കിലും അവരുടെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിനാണ് റെമിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് സോഴ്സ്, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയിരുന്നത് ഇപ്പം എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. 27.7% ആണ്. രണ്ടാമത്തത് UAE. ഓർത്ത് വെക്കാം. സെക്കൻഡ് UAE, ഫസ്റ്റ് എവിടുന്നാണ്? USA. ഏറ്റവും കൂടുതൽ ഈ റെമിറ്റൻസ് കിട്ടുന്ന സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചാൽ, അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോറിനിൽ വർക്ക് ചെയ്ത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര നമ്മൾ 20.5%. എവിടുന്നാണ്? കേരളത്തിൽ നിന്നാണ്. ഓർത്ത് വെക്കാം. അടുത്തത് നമ്മൾ നോക്കുന്ന ഓതേഴ്സും അതിന്റെ ബുക്കുകളുമാണ്. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദ ഏജസ് എന്ന് പറയുന്ന അമിത്ഷായുടെ ബുക്കാണ്. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദ ഏജസ് എന്നുള്ളത് അമിത്ഷാ. പാർലമെന്റ് പവേഴ്സ് ഫങ്ഷൻസ് ആൻഡ് പ്രിവിലേജ് എന്ന് പറയുന്നത് KS ചൗഹാന്റേതാണ്. ഓർത്തു വെക്കുക. പാർലമെന്റ് പവേഴ്സ് ഫങ്ഷൻ ആൻഡ് പ്രിവിലേജ് ആണെങ്കിൽ KS ചൗഹാൻ. PM നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൾച്ചറിനെ ബേസ് ചെയ്തുള്ള സ്പീച്ച് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ബുക്ക് അതിന്റെ ടൈറ്റിലാണ് സംസ്കൃതി കാ പഞ്ചം അധ്യായ എന്ന് പറയുന്നത്. അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഓർത്ത് വെക്കാം. നമ്മുടെ നരേന്ദ്രമോദിയുടെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീച്ചസ് എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള അതിന്റെ ഒരു സംഗ്രഹമാണ് സംസ്കൃതി കാ പഞ്ചവ അധ്യായം എന്ന് പറയുന്നത്. അപ്പൊ അത് ആരുടേതാണ്? നരേന്ദ്രമോദിയുടെ നാമ കാര്യം മറന്നു പോകണ്ട. അയാം എന്ന് പറയുന്ന ബുക്ക് ആരുടെതാണെന്ന് വെച്ചാൽ ഗോപിചന്ദ് P ഹിന്ദുജയുടേതാണെന്ന് ഓർത്ത് വെക്കാം. ഒന്ന് ഓർത്ത് വെക്കുക. അയാം ഗോപിചന്ദ് P ഹിന്ദുജ. അയാം എ സോൾജിയേഴ്സ് വൈഫ് എന്ന് പറയുന്നത് ഗീതിക ലിറ്ററിന്റേതാണ്. അയാം എ സോൾജിയേഴ്സ് വൈഫ് ഗീതിക. സ്റ്റംപ്ഡിന്റെ ഓതർ എന്ന് പറയുന്നത് സെയ്ദ് കിർമാണിയാണ്. സെയ്ദ് കിർമാണി. മാർച്ച് ഓഫ് ഗ്ലോറി അബൌട്ട് ഇന്ത്യസ് 1975 ഹോക്കി വേൾഡ് കപ്പ് വിക്ടറിയെ കുറിച്ച് എഴുതിയത് ആരാണ്? അറുമുഖം ആൻഡ് എറോൾ ഡി ക്രൂസ് ആണ്. അറുമുഖം ആൻഡ് എറോൾ ഡി ക്രൂസ്. ദ വേൾഡ് ആഫ്റ്റർ ഗാസ ഹിസ്റ്ററി എന്നുള്ളത് അർത്ഥം വെക്കുക. പങ്കജ് മിശ്രയുടെ ബുക്കാണ്. ദ വേൾഡ് ആഫ്റ്റർ ഗാസ എ ഹിസ്റ്ററി, പങ്കജ് മിശ്ര. ദ ന്യൂ ഐക്കൺ സവാർക്കർ ആൻഡ് ദ ഫാക്ട്സ് എന്ന് പറയുന്നത് അരുൺ ഷൗരിയുടേതാണ്. ഓർത്തു വെക്കുക. ദ ന്യൂ ഐക്കൺ എന്ന് പറയുന്ന ദ ന്യൂ ഐക്കൺ സവാർക്കർ ആൻഡ് ദ ഫാക്ട്സ് അരുൺ ഷൗരി. അടുത്ത രാമാനുജൻ ദ ജേർണി ഓഫ് എ ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ എന്ന് പറയുന്ന ബുക്ക് ആരുടേതാണ്? അരുൺ സിൻഹാളും ദേവേന്ദ്ര കുമാർ ശർമ്മയും. രാമാനുജ, അരുൺ സിൻഹാളും ദേവേന്ദ്ര കുമാർ ശർമ്മയും കൂടെ കൂടിയിട്ടുള്ളതാണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. നെക്സ്റ്റ് ദ ഗ്രേറ്റ് കൺസലേറ്റർ ലാൽ ബഹദൂർ ശാസ്ത്രി ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സഞ്ജീവ് ചോപ്രയുടേതാണ്. ആരുടേതാണ്? സഞ്ജീവ് ചോപ്ര. ദെൻ the careless people a cautionary tale of power, greed and lost idealism എന്ന് പറയുന്നത് ആരുതാണ്? സറാഫ് വില്യമിന്റേതാണ്. ലൈഫ് ഓൺ മാസ് കളക്ടർ സ്റ്റോറീസ് ആരുടേതാണ്? നമിതയുടേതാണ്. ലൈഫ് ഓൺ മാസ്. ദെൻ ഒരു ചാലി എന്ന് പറയുന്ന ഉത്സവം ആന്ധ്രാപ്രദേശിനെ ഓർത്ത് വെച്ചോണം. ദെൻ ലാർജസ്റ്റ് ഗ്ലോബൽ ടെക്സ്റ്റൈൽ ഇവന്റ് നടന്നിരുന്നു. അതിന്റെ പേര് ഭാരത് ടെക്സ് 2025 ആണ് ന്യൂഡൽഹിയിൽ വെച്ച്. ഇനി നമുക്ക് ഈ അടുത്തിടെ നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടതാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണിന് നമ്മുടെ നരേന്ദ്രമോദി ഒരു ആർട്ട് വർക്ക് പ്രസന്റ് ചെയ്തിരുന്നു. അത് ആരാണ്? അത് എന്തായിരുന്നു എന്ന് വെച്ചാൽ അത് ഡോക്ടർ ആർട്ട് വർക്ക് ആണ്. നമ്മൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ശില്പങ്ങളാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണിന് ഡോക്ടർ ആർട്ട് വർക്ക് എന്ന പേര് കാറ്റഗറി നിന്ന് ഡോക്ടർ ആർട്ട് വർക്ക് ആണ്. അപ്പൊ അത് നമ്മുടെ പ്രധാനമന്ത്രി കൊടുത്തിരുന്നു. അടുത്തത് ഫോബ്സിന്റെ പട്ടിക അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് വുമൺ ആരാച്ചാൽ ആലീസ് വാൾട്ടൺ ആണ്. ആരാണ് റിച്ചസ്റ്റ് വുമൺ? ആരാണ്? ആലീസ് വാൾട്ടൺ. ദെൻ ജിയോ സിനിമ എന്ന് പറഞ്ഞ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനോട് മെർജ് ചെയ്ത് പേരാണ് ജിയോ ഹോട്ട്സ്റ്റാർ ആണെന്ന് നോക്കുക.
ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്താണ് മെർജ് ചെയ്ത് ജിയോ ഹോട്ട്സ്റ്റാർ. ഇനി ഉല്ലാസ് സ്കീമിന്റെ അണ്ടറിൽ അനുസരിച്ച് ഏറ്റവും ഫുള്ളി ലിറ്ററേച്ചർ ആയിട്ടുള്ള സ്റ്റേറ്റ് പത്ത് നോക്കുക ഏതാണ്? ഗോവയാണ്. ഗോവ. ഉല്ലാസ് സ്കീം അനുസരിച്ച് ഉല്ലാസ് സ്കീമിന്റെ അകത്ത് നോക്കുന്നത് ഫൗണ്ടേഷൻ ലിറ്ററസി ആൻഡ് ന്യൂമറസി, ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽസ്, ബേസിക് എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ സ്കിൽസ്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ നോക്കിയിട്ട് ഒരു 15 വയസ്സിന് മുകളിലുള്ള അഡൾട്ട്സിനെയാണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ഫുള്ളി ലിറ്ററേച്ചർ ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവയാണ്. സെക്കൻഡ് വന്നിരിക്കുന്നത്. സെക്കൻഡ്. ഫസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസോറാം ആണ്. ഫസ്റ്റ് മിസോറാം, സെക്കൻഡ് ഗോവ. ട്രക്കോമ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിനുണ്ടാവുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അത് പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്ത ആദ്യത്തെ രാജ്യമല്ല, മൂന്നാമത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യ ആദ്യത്തെ രാജ്യമല്ല, തേർഡ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ടു എലിമിനേറ്റ് ട്രക്കോമ ആസ് എ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആരാണ്? ഇന്ത്യ എന്നുള്ള കാര്യം മറക്കണ്ട. ബ്രഹ്മോസ് മിസൈൽ അതിന്റെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ലക്നൌവിലാണ്. ബ്രഹ്മോസ് മിസൈലിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് ഓർത്ത് നോക്കുക? ലക്നൌ. അടുത്തത് ഇത് നോക്കണം. SRS 2021 റിപ്പോർട്ട് എന്താണ്? 2021 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം SRS റിപ്പോർട്ട് 2025 അനുസരിച്ച് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് പബ്ലിഷ് ചെയ്യുന്ന ഓർത്ത് നോക്കാം. മെയ് 2025 പബ്ലിഷ് ചെയ്ത് ഇന്ത്യയുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇതനുസരിച്ച് ഇന്ത്യയുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2.0 ആണ്. അതായത് ഒരു സ്ത്രീക്ക് 2 കുട്ടികൾ എന്ന നിലയിൽ 2.0 ആണ്. സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അവർ റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്? എത്ര കുട്ടികളുണ്ട്? ഒരു സ്ത്രീക്ക് 2 കുട്ടികൾ എന്ന നിലയിൽ 2.0 ആണ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഹയസ്റ്റ് ഫെർട്ടിലിറ്റി ഉള്ളത് ബീഹാർ ആണ്. 3 കുട്ടികൾ, ഒരു സ്ത്രീക്ക് 3 കുട്ടികൾ വെച്ചിട്ടുണ്ട്. UP രണ്ടാമത് 2.7 ഉണ്ട്. ദെൻ ലോവസ്റ്റ് എന്ന് വരുന്നത് ഡൽഹിയും വെസ്റ്റ് ബംഗാൾ ആണ്. 1.4 ആണ്. ഏറ്റവും പെട്ടെന്ന് ബർത്ത് റേറ്റ് കുറയുന്ന സ്റ്റേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്, പിന്നെ സെക്കൻഡ് ഡൽഹിയാണ്. അടുത്തത് 10th ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് എപ്പോഴും ഓർത്തോണം. ഇതിന്റെ ചെയർമാൻ, നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പൊ ഇപ്പൊ നരേന്ദ്രമോദിയാണ് ഇതിന്റെ അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നത്. PM മോദിയാണ്. ഓർത്തോക്കാം. ദെൻ അത് ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. അതിന്റെ തീം ഉണ്ട് വികസിത രാജ്യ ഫോർ വികസിത് ഭാരത് 2047 എന്നുള്ളതായിരുന്നു നീതി ആയോഗിന്റെ തീം നീതി ആയോഗിന്റെ 10th ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗിന്റെ തീം എന്ന് പറയുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് നോക്കുക. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് വന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്നത് 1st ജാനുവരി 2015 സ്ഥാപിതമായത്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. മിനിസ്റ്റർ ഓഫ് പ്ലാനിംഗിന്റെ അണ്ടറിലാണ് നിൽക്കുന്നത്. BVR സുബ്രഹ്മണ്യൻ ആണ് CEO. ചെയർമാൻ നരേന്ദ്രമോദി. വൈസ് ചെയർമാൻ സുമൻ ബറി. പവേർഡ് ആയിട്ടുള്ള ഗോൾഡ് മെൽറ്റിംഗ് ATM എവിടെയാണ് അൺവെയിൽ ചെയ്ത്? ഹൈദരാബാദിലാണ്. ഇത് നമുക്ക് ഈ ഒരു ATM നിന്നുള്ള പൈസയ്ക്ക് പകരം ഗോൾഡ് പർച്ചേസ് ചെയ്യാനോ സെല് ചെയ്യാനോ അതിന്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഗോൾഡ് മെൽറ്റിംഗ് ATM എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദ്. ദെൻ താപ്തി ബേസിൻ മെഗാ റീചാർജ് പ്രോജക്ട്, അതായത് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ഇനിഷ്യേറ്റീവ് ആണ് താപ്തി ബേസിൻ മെഗാ റീചാർജ് പ്രോജക്ട് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോജക്ട് അനുസരിച്ച് താപ്തി റിവറിൽ നിന്നും നോർത്ത് ഈസ്റ്റേൺ മഹാരാഷ്ട്രയിലേക്ക് വാട്ടർ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു സ്കീമാണ് ഡ്രിങ്കിങ്ങിനും ഇറിഗേഷനും വേണ്ടിയിട്ട്. അപ്പൊ ഇതനുസരിച്ച് ഏത് സ്റ്റേറ്റ്സ് തമ്മിലാണ് എഗ്രി ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒന്നോർത്ത് വെക്കാം, മധ്യപ്രദേശും മഹാരാഷ്ട്രയും. 2 M ആണ്. MOU ബിറ്റ്വീൻ MP മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്രയാണെന്നുള്ള കാര്യം മറക്കണ്ട. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാവേ. നമ്മുടെ താപ്തി എന്ന് പറഞ്ഞ സെക്കൻഡ് ലോങ്സ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. ദെൻ ആഫ്റ്റർ നർമ്മദ. അപ്പൊ ബാക്കി നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. അടുത്തത് UP എഗ്രി ആൻഡ് A പ്രഗ്യ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ്. UP എഗ്രീസും A പ്രാഗ്യ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ഉത്തർപ്രദേശിന്റെ ഇനിഷ്യേറ്റീവ് ആണ്. അതിനോടുകൂടി ഒരു വേൾഡ് ഓർഗനൈസേഷനും കൂടെ പാർട്ണർ ആയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് ബാങ്ക് ആണ്. നോർത്ത് നോക്കാം. വേൾഡ് ബാങ്കിന്റെ അസിസ്റ്റൻസോട് കൂടി നമ്മളുടെ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ആണ് UP എഗ്രി ആൻഡ് A പ്രാഗ്യ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ഓർത്തു നോക്കാം. ദെൻ 2025 വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? നോർമൽ അല്ല, മരിയങ്കേല ഹംഗറിക്കാണ് എന്നുള്ള ഓർത്ത് വെക്കാം. വേൾഡ് ഫുഡ് പ്രൈസ് 2025 മരിയങ്കേല ഹംഗറിക്കാണ്. അത് അവരുടെ ഏത് സെക്ഷൻ അനുസരിച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ അഡ്വാൻസ്മെന്റ് ആണ് വേൾഡ് ഫുഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ആർക്കാണ്? മരിയങ്കേല ഹംഗറിക്ക്.
Then who developed India's first genome editor rice variety? ഇന്ത്യയുടെ പുതിയ റൈസ് വെറൈറ്റി ആണ് ജീനോം എഡിറ്റർ റൈസ് വെറൈറ്റി എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്തത് മറ്റാരുമല്ല ICAR എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനമാണ്. നോക്കുക, ഇന്ത്യയുടെ എന്താണ് ഒരു പുതിയ റൈസ് വെറൈറ്റി ആണ് ജീനോം എഡിറ്റർ റൈസ് എന്ന് പറയുന്നത്. DRR-100 കമല എന്ന പേരിലും പുസ DST റൈസ് 1 ഇത് രണ്ടുമാണ് നമ്മുടെ പുതിയ റൈസ് വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു എയിം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ, നമ്മുടെ സാധാരണ നോർമലി ഇപ്പൊ ഉള്ള എല്ലാ റൈസ് വെറൈറ്റി കഴിഞ്ഞും പ്രൊഡക്ഷൻ കൂടുതലുണ്ട്. വെള്ളപ്പൊക്കത്തിന് നമുക്കറിയാം വെള്ളം കൂടുതൽ വേണ്ടതാണ് പാടി എന്ന് പറയുന്നത്. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റും. സലൈറ്റി ടോളറൻസ്, ഉപ്പുവെള്ളം കയറിയാലും അതിനെ അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിട്ട് വന്ന ഒരു റൈസ് വെറൈറ്റി ആണ് ജനോം എഡിറ്റർ റൈസ് എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ICAR ആണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ICAR എന്ന് പറഞ്ഞത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണെന്നുള്ള കാര്യം മറക്കണ്ട. അടുത്തത് ബാൻഡഡ് റോയൽ ബട്ടർഫ്ലൈ റീസൺലി ഡിസ്കവേർഡ്. ഓർത്ത് നോക്കുക, ബാൻഡഡ് റോയൽ ബട്ടർഫ്ലൈ നമുക്ക് റീസൺലി ഇന്ത്യയിൽ ഡിസ്കവർ ചെയ്ത് എവിടെയാണ്? ത്രിപുരയിൽ വെച്ചിട്ട്. ത്രിപുരയിൽ വെച്ചിട്ടാണ് ഓർക്കുക. ഉദ്വാ ലേക്ക് എവിടെയാണെന്ന് വെച്ചാൽ, ഉദ്വാ ലേക്ക് എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ്. അതിന് പറയാനുള്ള കാരണം റീസൺലി 4 പുതിയ റാംസാർ സൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കുക, റീസൺലി ഇന്ത്യയുടെ 4 സൈറ്റുകൾ റാംസാർ സൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഉദ്വാ ലേക്ക് ആണ് ഫസ്റ്റ്, ജാർഖണ്ഡിൽ നിന്നുള്ള റാംസാർ സൈറ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ കെഞ്ചോ പാലറി വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് സിക്കിമിൽ നിന്നുള്ളതാണ്. ദെൻ അതുപോലെ സക്കര കോട്ടായി ബേർഡ് സാങ്ച്വറി തമിഴ്നാട്ടിൽ നിന്ന്. തീർത്ഥങ്ങൽ ബേർഡ് സാങ്ച്വറി അതും തമിഴ്നാട്ടിൽ നിന്ന്. ഇത് 4 ഒന്ന് കൃത്യമായിട്ട് ഓർത്തുമ്പോൾ നല്ലതാണ്. 4 ന്യൂ റാംസാർ സൈറ്റ്സ്, ഉദ്വാ ലേക്ക്, ദെൻ കെച്ചോപാലരി വെറ്റ്ലാൻഡ്, ദെൻ സക്കരക്കോട്ട ബേർഡ് സാങ്ച്വറി, തീർത്ഥങ്ങൽ ബേർഡ് സാങ്ച്വറി. ഇത് 4 ഇന്ത്യയുടെ പുതിയ 4 റാംസാർ സൈറ്റ്സ് ആണ് ഓർക്കുക. റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അത് 1971 2 ഫെബ്രുവരിയിലാണ് ഇത് സൈൻ ചെയ്തിരിക്കുന്നത്. ഇറാനിലെ റാംസാർ ആണ് ലൊക്കേഷൻ. നിലവിൽ വന്നത് came into force 21 ഡിസംബർ 1975 ആണ്. ടോട്ടൽ 89 റാംസാർ സൈറ്റ്സ് ഉണ്ട് ഇന്ത്യക്ക്. മാക്സിമം ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് വെച്ചാൽ അത് തമിഴ്നാട്ടിലാണ്, 20 സൈറ്റ്സ് ഉണ്ട്. സെക്കൻഡ് ഉത്തർപ്രദേശ് 10 ഉണ്ട്. ദെൻ അടുത്തത് മാംഗ്രോവ് അഫോസ്റ്റേഷൻ ഏത് സ്കീമിന്റേതാണ്? മിസ്തി സ്കീമിന്റെ അനുസരിച്ചാണ്. അത് ഏത് സ്റ്റേറ്റ് ആണ് അതിന്റെ ലീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്ത് ആണ്. അതായത് ഈ കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്കീമാണ് മിസ്തി സ്കീം എന്ന് പറയുന്നത്. മംഗ്രോവ് പ്ലാന്റേഷൻ ഇതിന്റെ ഒരു പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഏത് ഗവൺമെന്റിന്റേതാണ്? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ഗുജറാത്തിന്റേതാണ്. ഗുജറാത്ത്. വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ എവിടെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്? വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ മധ്യപ്രദേശിൽ. എവിടെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്? മധ്യപ്രദേശിൽ. ദെൻ ഹർ ഖേത് സ്വസ്ത് ഖേത് എന്ന് പറയുന്ന സോയിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ഉണ്ട്. അത് ഏതിന്റെ വെച്ചാൽ ഹരിയാനയുടെ. സോയിൽ ഹെൽത്ത് ഹരിയാന. വൈൽഡ് ലൈഫ് ബയോ ബാങ്ക് ഏത് സൂവിലാണ് ഓപ്പൺ ചെയ്തത്? വൈൽഡ് ലൈഫ് ബയോ ബാങ്ക് ഓപ്പൺ ചെയ്തത്. അത് ജനറ്റിക് ഇപ്പം എൻഡാഞ്ചർ ആയിട്ടുള്ള സ്പീഷീസ് എന്ന് വെച്ചാൽ ഇല്ലാതായി പോകുന്ന അല്ലെങ്കിൽ വംശനാശം സംഭവിക്കുന്ന സ്പീഷീസിന്റെ ഒക്കെ അവരുടെ ജീനൊക്കെ സൂക്ഷിച്ചു വെച്ച്, ജനറ്റിക് മെറ്റീരിയൽസ് ഒക്കെ സൂക്ഷിച്ചു വെച്ച് പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് ബയോ ബാങ്ക് ഇന്ത്യ എവിടെയാണെന്ന് വെച്ചാൽ ഏത് സൂവിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ കൃത്യമായിട്ട് നോക്കുക, ദാർജിലിംഗ് സൂവിലാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് വൈൽഡ് ലൈഫ് ബയോ ബാങ്ക് എന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ദാർജിലിംഗ് സൂവിലാണ്. അടുത്തത് ന്യൂ സ്പീഷീസ് ഓഫ് pathogenic fungi epicum indicum was recently discovered by which യൂണിവേഴ്സിറ്റി വെച്ചാൽ അത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണ്. അതായത് ഇങ്ങനെ ഇലകളിലൊക്കെ വരുന്ന പുള്ളിരോഗമൊക്കെ ഇല്ലേ, അപ്പൊ അതിന്റെ ആണ് ശരിക്കും ആ ഒരു ഫംഗിയാണിത്. അപ്പം ഇതിന് അത് ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് ഓർത്ത് നോക്കുക, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അടുത്ത വേൾഡ് ഫസ്റ്റ് കങ്കാരു എംബ്രിയോ വിച്ച് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ IVF വഴി പ്രൊഡ്യൂസ് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ ഫസ്റ്റ് കങ്കാരു എംബ്രിയോ ഏത് രാജ്യത്തിന്റേതാണ്? ഓസ്ട്രേലിയ ആണ് ആദ്യമായിട്ട് വേൾഡ് ഫസ്റ്റ് കങ്കാരു എംബ്രിയോ വിത്ത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഡെവലപ്പ് ചെയ്തത് ഓസ്ട്രേലിയ. ദെൻ ഏറ്റവും കൂടുതൽ 2024 ഇന്ത്യയുടെ ആളുകൾ ഏറ്റവും കൂടുതൽ തേടിയ സെർച്ച് ട്രാവൽ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് വെച്ചാൽ അസർബൈജാൻ ആണ് കേട്ടോ. ഓർത്ത് വെക്കാം, ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ നോക്കിയ ട്രാവൽ ഡെസ്റ്റിനേഷൻ അസർബൈജാൻ. ദെൻ ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റർ സ്റ്റേറ്റ് ചീറ്റ കൺസർവേഷൻ കോറിഡോർ, 2 സ്റ്റേറ്റ്സ് തമ്മിൽ ഒരുമിച്ച് ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ ഏതാണ്? രാജസ്ഥാനും മധ്യപ്രദേശും കൂടെ ചേർന്നിട്ടാണ് ഇന്റർ സ്റ്റേറ്റ് ചീറ്റ കൺസർവേഷൻ കോറിഡോർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണെന്നൊന്ന് ഓർത്തോണം. ഏതൊക്കെയാണ്? നമ്മുടെ രാജസ്ഥാനും മധ്യപ്രദേശും.
അടുത്തത് രാഷ്ട്രീയ ഗോകുൽ മിഷൻ. ഈ എന്താണ് നമ്മളുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള കൗസിന്റെ ഒക്കെ ബോവിൻ ബ്രീഡ്സിനെ ഒക്കെ ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യുക, അതിന്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മളുടെ മിനിസ്റ്റർ ഓഫ് ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡ് ആൻഡ് ഡയറിയുടെ അണ്ടറിൽ എത്ര രൂപയാണ് മാറ്റി വെക്കുന്നത് വെച്ചാൽ 3,400 crores ആണ്. നമ്മുടെ ഇൻഡിജിനസ് വെറൈറ്റീസിന്റെ ഒന്നുകൂടെ നല്ല രീതിയിൽ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്ന് പറയുന്നത്. ദെൻ അതിന് എത്രയാണ് 3,400 crores ആണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി കാങ്കർ വാലി നാഷണൽ പാർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ 6 സൈറ്റ്സ് നമ്മൾ പറഞ്ഞു, റാംസാർ സൈറ്റ്സിന്റെ കാര്യം പറഞ്ഞു. ഇത് കൂടാതെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിനകത്ത് 6 ഇന്ത്യൻ സൈറ്റ്സിനെ ടെന്റേറ്റീവ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെർമനന്റ് ആയിട്ടില്ല. ഒരു ടെന്റേറ്റീവ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ 6 സൈറ്റ്സ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ ഇന്ത്യയുടെ ടോട്ടൽ 62 സൈറ്റ്സ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിനകത്തുണ്ട്. അപ്പൊ 6 എണ്ണത്തിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ, കറക്റ്റ് ആയതല്ല, ടെന്റേറ്റീവ് ലിസ്റ്റ് മാത്രമാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞ ചരൈദോ മൊയ്താം ആസാമിലെ ഈ ഒരു സൈറ്റ് എന്ന് പറഞ്ഞത്. ഇത് കൂടാതെ ഈ പറയുന്ന സ്റ്റേറ്റ്സ് ആണ് 6 എണ്ണം എന്ന് പറയുന്നത്. സോറി, സ്റ്റേറ്റ്സ് അല്ല, സൈറ്റുകളാണ് ഈ 6 എണ്ണം എന്ന് പറയുന്നത്. ജസ്റ്റ് വായിച്ചു വെക്കാം. 6 ഇന്ത്യൻ സൈറ്റ്സ് പുതിയതായിട്ട് നമ്മളുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെന്റേറ്റീവ് ലിസ്റ്റ് ആണ്. 6 എണ്ണം ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. അടുത്തത് വിച്ച് ട്രഡീഷണൽ ഇന്ത്യൻ സിൽക്ക് റീസെന്റ് ഏൺ ദ പ്രസ്റ്റീജിയസ് ഒയ്ക്കോടെക് സർട്ടിഫിക്കേഷൻ. നമുക്കറിയാം സാധാരണ സിൽക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പറയുന്ന നമ്മളുടെ കൊക്കൂണ് കൊണ്ടുപോയിട്ട് എന്താണ് അതിനെ ആ കൊക്കൂണിനെ നശിപ്പിച്ചുകൊണ്ടാണ്, അല്ലെ, അതിനകത്തുള്ള ആ ജീവനെ ഇൻസെക്ടിനെ നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ സിൽക്ക് എടുക്കുന്നത്. പക്ഷെ ഇത് ഒരു സ്പെഷ്യൽ ആണ്. ഒക്കോടെക് സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്ന ഒരു ഇന്ത്യൻ സിൽക്ക് എന്ന് പറയുന്നത് എറി സിൽക്ക് ആണ്. അതായത് ഇവിടെ കൊക്കൂണിനെ കൊല്ലുമൊന്നും വേണ്ട. മീൻസ് ആ ഒരു എന്താണ് ആ ഒരു ഇൻസെക്ടിനെ കൊല്ലേണ്ട ആവശ്യമില്ല. അത് നാച്ചുറലി എന്ത് ചെയ്യണം, കൊക്കൂണിന്റെ അകത്തുനിന്ന് ലീവ് ചെയ്യുന്നു. ദെൻ അതെന്താണ് നമുക്ക് പിന്നീട് അത് ലീവ് ചെയ്ത് കഴിയുമ്പോൾ ആ സിൽക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ലോകത്തിലെ ഒരു വെജിറ്റേറിയൻ സിൽക്ക് ഏതാന്ന് വെച്ചാൽ അത് ഈ പറയുന്ന എറി സിൽക്ക് ആണ്. ഓർത്ത് വെക്കുക, പ്രസ്റ്റീജിയസ് ഒയ്ക്കോടെക് സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്ന ട്രഡീഷണൽ ഇന്ത്യൻ സിൽക്ക് എന്ന് പറയുന്നത് ഏതാണ്? എറി സിൽക്ക് ആണ്. അതിന്റെ പ്രത്യേകതയുണ്ട്, വേൾഡ്സ് ഓൺലി വെഗൻ സിൽക്ക് എന്ന് പറയുന്നത് എറി സിൽക്ക് മാത്രമാണ്. കാരണം ഇത്രയേ ഉള്ളൂ, അതിനകത്ത് നമ്മൾ അതിനെ കൊന്നിട്ടൊന്നുമല്ല എടുക്കുന്നത്. ഈ പറയുന്ന മോത്തിൽ നിന്നാണ് സ്വയം അതിനകത്ത് പോകുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു കൊക്കോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ സിൽക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഡ്രസ് ഒക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളതാണ്. അതിന് ഓക്കെ, അത്ര അർത്ഥം. അടുത്തത് വേൾഡ് ലാർജസ്റ്റ് ഐസ്ബർഗ് A23A then is located in which ocean? A23A എന്ന് പറയുന്ന ഐസ്ബർഗ് എവിടെയാണ്? ഓർത്തു വെക്കുക, സദേൺ ഓഷ്യനിലാണ്. ഇതിപ്പോ എന്തിലാണ് ഇത് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അത് റീസെന്റ് ഇതിങ്ങനെ ഒഴുകി സൗത്ത് ജോർജിയയിലേക്ക് എത്തുന്നുണ്ട്. ഓർത്തു വെക്കുക, A23A എന്ന് പറയുന്ന ലാർജ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐസ്ബർഗ് എവിടെയാണ്? സദേൺ ഓഷ്യനിലുള്ളതാണ്. അപ്പൊ അത് ഇപ്പം എന്താണ് സൗത്ത് ജോർജിയയിലേക്ക് വരുന്നുണ്ട്. ദെൻ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ഓർത്തു വെക്കുക എന്നാണ് 3rd March ആണ്. 3rd March ആണ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കാം. റീസെന്റ് ഫസ്റ്റ് എവർ എക്സ്പോർട്ട് ഓഫ് ആന്തൂറിയം ഫ്ലവേഴ്സ് ടു സിംഗപ്പൂർ ആരാണ് നടത്തിയിരിക്കുന്നത്? നമ്മുടെ മിസോറാം ആണ്. മിസോറാം ഫസ്റ്റ് എവർ എക്സ്പോർട്ട് ഓഫ് ആന്തൂറിയം ഫ്ലവേഴ്സ് ടു സിംഗപ്പൂർ മിസോറാം ആണെന്ന് മറക്കണ്ട. Then cities coalition for circularity C3. cities coalition for circularity C3 ആരാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ഇന്ത്യ ആണ്. ഇന്ത്യ. Then the first PPP, okay, public private partnership green waste processing plant സെറ്റപ്പ് ചെയ്യുന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോട് കൂടി ഗ്രീൻ വേസ്റ്റ് പ്രോസസിംഗ് പ്ലാന്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? അത് ഇൻഡോറിലാണ്. ഇൻഡോറിൽ. Then which national park has been declared India's 58th tiger reserve? 58th tiger reserve of India ഏതാണ്? കൃത്യമായിട്ട് ഓർത്തു വെക്കാം. ഇതാണ് മാധവ് നാഷണൽ പാർക്ക്. മാധവ് നാഷണൽ പാർക്ക് എന്ന് ഓർത്തു വെക്കാം. മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്ക് ആണ് 58th ടൈഗർ റിസർവ് ഓഫ് ഇന്ത്യ. ഇനി ഇത് കൂടാതെ ഉള്ള ടൈഗർ റിസർവുകൾ ഇവിടെ ജസ്റ്റ് കിടപ്പുണ്ട്. മധ്യപ്രദേശിൽ തന്നെ 9 ടൈഗർ റിസർവുകൾ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നോഡി ബന്ധൻ സ്കീം എന്ന് പറയുന്നത്, നോഡി ബന്ധൻ സ്കീം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഗംഗാ റിവർ പ്രിവെൻഷൻ ഇറോഷൻ അതിന്റെ ഇറോഷനെ പ്രിവെന്റ് ചെയ്യുന്നതാണ്. അത് വെസ്റ്റ് ബംഗാളിന്റെതാണ്. ഓക്കെ, അടുത്തത് വിച്ച് ഓർഗനൈസേഷൻ ലോഞ്ച് ക്യാമ്പയിൻ ഇമാജിൻ എ വേൾഡ് വിത്ത് മോർ വുമൺ ഇൻ സയൻസ്? ഇമാജിൻ എ വേൾഡ് വിത്ത് മോർ വുമൺ ഇൻ സയൻസ് എന്നുള്ളത് യുനെസ്കോയുടെ ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ ആണ്. യുനെസ്കോ ഇന്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് അവരുടെ ആ ഒരു സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒരു പുതിയൊരു സ്കീമാണ് ഇമാജിൻ എ വേൾഡ് വിത്ത് മോർ വുമൺ ഇൻ സയൻസ്. യുനെസ്കോയുടെ മറക്കണ്ട. Then first which country hosted the first ever conference on UN Women's Peace Speakers? UN Women Peace Speakers കോൺഫറൻസ് എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു. ഇന്ത്യ.
PM യുവ 3 പോയിന്റ് സ്കീം ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലായിരുന്നു? PM യുവ Education. എഡ്യൂക്കേഷൻ. ദെൻ ആരായിരുന്നു ഫസ്റ്റ് യങ്ങസ്റ്റ് ഇന്ത്യൻ ടു കോൺകർ ദ ഹയസ്റ്റ് പീക്ക് ഓൺ ഈച്ച് ഓഫ് ദ 7 കോണ്ടിനെന്റ്? Kamya Karthik. അതാരായിരുന്നു? കാമി ഏതാണ് എന്ന് ഓർത്ത് വെച്ചാൽ യങ്ങസ്റ്റ് ഫീമെയിൽ ആണ്. യങ്ങസ്റ്റ് ഇന്ത്യൻ ടു കോൺകർ ദ ഹയസ്റ്റ് പീക്ക് ആരായിരുന്നു? വിശ്വനാഥ് കാർത്തികേയൻ. ദെൻ ഫോർബ്സിന്റെ ബില്യനെയർ പട്ടിക അനുസരിച്ച് ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന ആരായിരുന്നു? എലോൺ മസ്ക്. ഇത് നോക്കി വെച്ചാൽ ടൈം മാഗസിൻ വുമൺ ഓഫ് ദി ഇയർ 2025 ആരായിരുന്നു? പൂർണിമ ഇന്ദ്രജിത്തിനെ ഓർത്താൽ മതി. ആലിസ് ആരാണ്? റിച്ചസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് ആണ്. ഫ്രാങ്കിനെ ഓർത്ത് വെച്ചോണെ, ജനറേഷൻ ബീറ്റ ബേബി. ദെൻ പിന്നെ ഓർക്കുന്നത് എക്സ് ഡെസ്ലിക് എന്ന് പറയുന്ന ആ ഒരു എന്താണ് ജോയിന്റ് മിലിറ്ററി എക്സൈസ് ആരൊക്കെ തമ്മിലായിരുന്നു? ഇന്ത്യയും ഓക്കെ, ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനുമായിരുന്നു. പിന്നെ സീ ഡ്രാഗൺ ആരുടേതായിരുന്നു? സീ ഡ്രാഗൺ നോക്കുന്നുണ്ടോ? ഇന്ത്യയും USA കൂടിയാണ്. ഓക്കെ, ഇന്ത്യയും USA കൂടെ തമ്മിലുള്ളതാണ് സീ ഡ്രാഗൺ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ടൈഗർ ട്രിം 2025 ആര് തമ്മിലുള്ളതാണ്? ഇന്ത്യയും USA കൂടെ തമ്മിലാണെന്ന് ഓർത്ത് വെച്ചോണേ. ഇന്ത്യയും USA തമ്മിലുള്ളതാണ്. ഓക്കെ, നമുക്ക് കുറെ കാണാനുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നില്ല, നമ്മളെല്ലാം ഒന്ന് കണ്ടതാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക്. മാം, കറന്റ് അഫയേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആക്കിയിട്ട് ഒന്ന് ഇട്ട് തരാൻ പറ്റുമോ? തരാവേ, ഇന്ന് തരാം. വായിക്കാൻ സുഖമുണ്ടായിരുന്നു, അതുകൊണ്ടാ. ഓക്കെ. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവാണേ, നമുക്ക് തീരത്തില്ല. ഭാരത് പോൾ പോർട്ടൽ ആരാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ഭാരത് പോൾ പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ആരാണ്? ഓർത്തോക്ക, അമിത്ഷായാണ്. ഓൺലൈൻ പോർട്ടൽ ഫോർ ഇന്റർനാഷണൽ പോലീസ് കോർപ്പറേഷൻ ആണ് ഭാരത് പോൾ പോർട്ടൽ എന്ന് പറയുന്നത്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് സൈബർ ക്രൈം, ദെൻ ഡ്രഗ്, ഹ്യൂമൻ ട്രാഫിക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് ഭാരത് പോൾ പോർട്ടൽ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, അത് CBIയുടെ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? CBI ആണ്. അപ്പൊ അത് ആരായിരിക്കും? ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ്. സോ അതുകൊണ്ട് ആരാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? അമിത്ഷാ ആണെന്നുള്ള കാര്യം മറക്കണ്ട. അടുത്തത്, കാപ്പാട് ആൻഡ് ചാൽ ബീച്ച് ആർ ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? എവിടെയാണ് കാപ്പാട് ആൻഡ് ചാൽ ബീച്ച്? സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലേ? സോറി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഭാരത് പോൾ പോർട്ടൽ എന്ന് ഓർത്ത് വെച്ചോണം. ഭാരത് പോൾ പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പോർട്ടൽ ഫോർ ഇന്റർനാഷണൽ പോലീസ് കോർപ്പറേഷൻ ആണ്. CBI ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് നമുക്ക് പോലീസിന് സൈബർ ക്രൈമും ഡ്രഗ് ട്രാഫിക്കിങ്ങും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഒക്കെ കറക്റ്റ് ആയിട്ട് അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഭാരത് പോൾ പോർട്ടലിനെ പുറത്ത് വെച്ചോണം. അത് ആരായിരിക്കും ഇനാഗുറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത? അമിത്ഷായാണ്. അടുത്തത്, കാപ്പാട് ആൻഡ് ചാൽ ബീച്ച് എവിടെയാണ്? ഏത് സ്റ്റേറ്റിലാണെന്ന് വെച്ചാൽ അത് വരുന്നത് കേരള ബീച്ചാണ്. കാരണം ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയുന്നത് എന്ന് വെച്ചാൽ അതിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ റീസൺലി കിട്ടിയിട്ടുണ്ട്. ഓർത്തു വെക്കുക, കാപ്പാട് ആൻഡ് ചാൽ ബീച്ച് എന്ന് പറയുന്നത് എവിടെയാണ്? കേരള ബീച്ചാണ്, കേരളത്തിലുള്ള ബീച്ചാണ്. ദെൻ കാപ്പാട് എന്ന് പറഞ്ഞത് കോഴിക്കോടും, ചാൽ ബീച്ച് കണ്ണൂറും. ദെൻ എന്താണ് ഇപ്പോഴത്തെ ഇതിന് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ അടുത്തിടെ കിട്ടിയ 2 ബീച്ചുകളാണ് കാപ്പാടും ചാൽ ബീച്ച് എന്ന് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര, അല്ലെങ്കിൽ എന്താണ് ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കൂടുതൽ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കുക, ബീച്ചുകളെ സൂക്ഷിക്കുക എന്നുള്ള ആ ഒരു സർട്ടിഫിക്കേഷൻ ആണ് ബ്ലൂ
ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് അടുത്തിടെ കിട്ടിയിരിക്കുന്ന ആർക്കാണ്? നമ്മുടെ കോഴിക്കോട്ടെ കാപ്പാട് ബീച്ചിനും ദെൻ കണ്ണൂരിലെ ചാൽ ബീച്ചിനും ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ടോട്ടൽ 13 ബീച്ചസിന് ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട്. അടുത്തത് ISRO കഴിഞ്ഞിടയില്ല ബ്ലാക്ക് ഐഡ് പി ലോബിയ എന്ന് പറയുന്ന ഒരു സീഡ് സക്സസ്ഫുള്ളി ജെർമിനേറ്റ് ചെയ്തിരുന്നു. എവിടെയാണ്? സ്പേസിൽ ISRO എന്ത് ചെയ്തിട്ടുണ്ട്? ബ്ലാക്ക് ഐഡ് പി എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു പി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ജെർമിനേറ്റ് ചെയ്ത് കിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ഓർത്തു വെക്കുക. എവിടെയാണ്? സ്പേസിലാണെന്നുള്ള കാര്യം മറക്കണ്ട. Then ocean anoxic event 1A occurred during which geological period? ഏത് കാലഘട്ടത്തിലാണ് ഓഷ്യൻ അനോക്സിക് ഇവന്റ് 1A നടന്നത്? ആ ഒരു ഏത് പീരീഡിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓർത്തു വെക്കാം. അത് ശരിക്കും ഇപ്പം എന്തിനാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഇത് എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ പെരിഹോസ്റ്റിക് റോക്സിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പം ഏകദേശം ഏത് കാലഘട്ടത്തിലാണ് നടന്നെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതാണ് ശരിക്കും ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതാണ് ക്രേറ്റസ് എന്ന് പറയുന്ന ആ ഒരു പീരീഡിലാണ് നടന്നിരിക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് ഓർത്തു വെക്കാം, എന്താണ് ആ ഒരു 145 മില്യൺ ഇയേഴ്സ് എഗോ മുന്നേ നടന്നിരിക്കുന്ന എന്താണ് ഒരു സ്ഫോടനമാണ്, അല്ലെങ്കിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനമാണെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അടുത്തത് വിച്ച് ഗ്ലേസിയർ ഇൻ നേപ്പാൾ ഇസ് സെറ്റ് ടു വാനിഷ് ബൈ ദ 2040 ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്? ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ച് കൊണ്ട് നേപ്പാളിലെ ഒരു ഗ്ലേസിയർ അപ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതാണ്? അന്നപൂർണ ഗ്ലേസിയർ. അടുത്തത് ഇത് നമ്മൾ കണ്ടതാണ് അല്ലെ, ദീൻദയാൽ ഉപദയ ഭൂമികൻ കൃഷി മസ്ദൂർ കല്യാൺ യോജന ഇതിന് ഛത്തീസ്ഗഡിലാണ്. Okay, which operation conducted by Indian Coast Guard to protect olive ridley turtles-നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നടത്തിയ ഒരു ഓപ്പറേഷന്റെ പേര് ഒന്നോർത്ത് വെക്കുക. ഓപ്പറേഷൻ ഒലീവിയ. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ടേർട്ടിൽ തന്നെയാണ്. സോ ആ പേരും എളുപ്പമുണ്ട്. ഓപ്പറേഷൻ ഒലീവിയ. Then first 2 Indian city to be recognized as wetland sites ആയിട്ട് ഒന്ന് ഓർത്ത് വെച്ചോണേ. രാംസാർ കൺവെൻഷനകത്ത് വെറ്റ്ലാൻഡ് സിറ്റീസ് ആയിട്ട് ഒന്ന് ഓർത്ത് വെച്ചോണേ. ഇൻഡോർ, മധ്യപ്രദേശിലെ ഇൻഡോർ, രാജസ്ഥാനിലെ ഉദയ്പൂർ, ഇത് രണ്ടുമാണ് ഇന്ത്യയിലെ ഫസ്റ്റ് 2 Indian cities recognized as wetland cities under Ramsar Convention. വെരി ഇമ്പോർട്ടന്റ്. ഇതാണ് ഇൻഡോർ ആൻഡ് ഉദയ്പൂർ. ഈ 2 cities ആണ് രാംസാർ കൺവെൻഷനിൽ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് 2 Indian cities എന്നുള്ളത് ഓർത്ത് വെക്കാം. Then 9th partner country of BRICS പുറത്തു വെക്കുക. നമ്മുടെ 10 രാജ്യങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ബ്രിക്സിൽ. ദെൻ അതില് 9th അത് പാർട്ട്ണർ കൺട്രീസ് അല്ല, 10 കൺട്രീസ് ഉണ്ട്. ഇത് കൂടാതെ പാർട്ട്ണർ കൺട്രീസ് ഉണ്ട്. ഇവരൊക്കെ എന്താണ്? ഈ ബെലാറസും ബൊലീവിയയും ക്യൂബയൊക്കെ പാർട്ട്ണർ കൺട്രീസ് ആണ്. അപ്പൊ 9ാമത്തെ പാർട്ട്ണർ കൺട്രി ബ്രിക്സിന്റെ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ നൈജീരിയ. പക്ഷെ ഇവിടെ നോർത്തു വെക്കണം, ബ്രിക്സ് 2009 ബ്രിക്സ് സ്ഥാപിതമായത്. ചൈനയിലെ ഷാങ്ഹായിൽ വെച്ചിട്ട് 9 മെമ്പേഴ്സ് ഉണ്ട്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇങ്ങനെ 9 മെമ്പേഴ്സ് ആയിരുന്നു കഴിഞ്ഞ വരെ ഉണ്ടായിരുന്നു. പുതിയൊരു മെമ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചോണേ. ഇത് ഓർത്ത് വെച്ചോണേ. 2024 ബ്രിക്സ് സബ്മിറ്റ് നടന്നത് റഷ്യയിലെ കസാനിൽ. ദെൻ 70th ബ്രിക്സ് സമ്മിറ്റ് എവിടെയാന്ന് വെച്ചാൽ ഒന്ന് ഓർത്ത് വെച്ചോണം, നമ്മുടെ ബ്രസീലിലെ റിയോഡോ ജനീറിലാണ് 17th ബ്രിക്സ്, അതായത് 2025. അപ്പൊ ബ്രിക്സിൽ ശരിക്കും ഉള്ളത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE, ഇന്തോനേഷ്യ. പുതിയ മെമ്പർ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയാണ്. 10 രാജ്യങ്ങളാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇത് ഓർത്ത് നോക്കണമെങ്കിൽ ഈ ഒരു വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മോർണിംഗ്സ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബിഗ് റെഡ് ഇന്ത്യൻ ക്യാറ്റ് സ്ലീപ്പ് ഈറ്റിംഗ് എവരി ഇൻട്രസ്റ്റിംഗ് യുണീക് ഇൻഗ്രീഡിയന്റ് ഓർത്ത് വെച്ചാൽ ഈ 10 രാജ്യങ്ങൾ ഓർത്ത് നോക്കാം. ഇനി ഒന്നും ഓർത്തില്ലെങ്കിലും ഏറ്റവും പുതിയത് ഏതാണ്? ഇന്തോനേഷ്യ ആണെന്നുള്ള കാര്യം മറക്കണ്ട. 9ാമത്തെ പാർട്ട്ണർ കൺട്രി ആണെങ്കിൽ നൈജീരിയ, മെമ്പർ ആണെങ്കിൽ ഇന്തോനേഷ്യ. Then there was 55th World Economic Forum WEF annual meeting held. എവിടെയാണ്? ദാവോസ്. അതിന്റെ തീമുണ്ട് കൊളാബറേഷൻ ഫോർ ദ ഇന്റലിജന്റ് ഏജ് എന്നുള്ളതാണ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ചിട്ടാണ്. WEF 1971 സ്ഥാപിതമായത്. സ്വിറ്റ്സർലൻഡിലെ കോൾഗോണിൽ വെച്ചിട്ട്. അതിന്റെ ഫൗണ്ടർ ക്ലൗസ് സ്വച്ചോ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ദെൻ രാഷ്ട്രീയ ഇസ്പട്ട് നിഗം ലിമിറ്റഡ് RINL. ദെൻ അതിനെ തന്നെയാണ് വിസാഖ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്.
Okay. Fourth, how much amount has they approved reviving Rashtriya Ispat Nigam Limited RINL? ഇതിനെ വിസാഖ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്? 11,440 crores ആണ്. 11,440 crores ആണെന്നുള്ള കാര്യം ഓർക്കുക. Then, which country will host 28th Commonwealth Parliamentary Conference in 2026? 28th Commonwealth Parliamentary Conference 2026 host ചെയ്യുന്നത് ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. Then, Artificial Intelligence Action Summit 2025 ഏതാണ്? എവിടെയായിരുന്നു? എവിടെ നടക്കുന്നത്? ഫ്രാൻസിൽ. ഓർത്തു വെക്കാം. Then, ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കാം. Artificial Intelligence Action Summit 2025 ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഫ്രാൻസ്. Then, ജസ്റ്റിസ് ലവ് പീസ് സബ്മിറ്റ് ആണെങ്കിൽ ദുബായ്. ജസ്റ്റിസ് ലവ് പീസ് സബ്മിറ്റ് ദുബായ്. എ ആണെങ്കിൽ ഫ്രാൻസ്. ഓർത്തു വെക്കാം. ഈ ഒരു കോമൺവെൽത്ത് കോൺഫറൻസ് ഇന്ത്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫ്രാൻസ്, ജസ്റ്റിസ് ലവ് പീസ് സബ്മിറ്റ് എന്ന് പറയുന്നത് ദുബായ്. ദെൻ കാശി തമിഴ് സംഗമം റീസെന്റ് നടന്നത് വാരണാസി. ദെൻ വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് ആണെങ്കിൽ WGS എന്ന് പറയുന്നത് ദുബായ്. വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് ആണെങ്കിൽ വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് നടക്കുന്നത് ദുബായ്. ദെൻ അടുത്തത് ബിംസ്റ്റെക് യൂത്ത് സബ്മിറ്റ് ആണെങ്കിൽ ഗാന്ധിനഗർ. അത് ഇന്ത്യയുടെതാണ്. ബിംസ്റ്റെക് യൂത്ത് സബ്മിറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ഗാന്ധിനഗറില്. ദെൻ എ ആക്ഷൻ സബ്മിറ്റ് ആണെങ്കിൽ ഒന്നോർത്ത് വെക്കുക, അതെവിടെയാണ്? അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഫ്രാൻസിലാണ്. നോക്കുക, എ ആക്ഷൻ സബ്മിറ്റ് 2025 ആണെങ്കിൽ ഫ്രാൻസിലാണ്. Then next, World Sustainable Development Summit. Very important ആണ്. World Sustainable Development Summit WSDS എന്ന് പറയുന്നത് ഡൽഹിയിലാണ് നടന്നത്. എവിടെയാണ്? ഡൽഹി. വെരി ഇമ്പോർട്ടന്റ്. അത് കൃത്യമായിട്ട് ഓർത്ത് നോക്കാം. അതിന് ഇന്ത്യക്ക് ഒരു എയിം ഒക്കെ ഉണ്ട്. 2070 ആകുമ്പോഴത്തേന് നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന് പറഞ്ഞ എയിം ഉണ്ട്. കൃത്യമായിട്ട് ഓർത്ത് നോക്കാം. നെറ്റ് സീറോ കാർബൺ എമിഷൻ 2070 എന്ന് പറഞ്ഞ എയിം ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് നോക്കാം. അടുത്തത് ഇന്ത്യൻ ആർട്ട് ഹിസ്റ്ററി കോൺഗ്രസ് സെക്ഷൻ. എവിടെയാണ്? ഏത് സിറ്റിയിലാണ്? ഇന്ത്യൻ ആർട്ട് ഹിസ്റ്ററി കോൺഗ്രസ് സെക്ഷൻ. അത് നോയിഡ. ഓർത്തു നോക്കുക. ഇന്ത്യൻ ആർട്ട് ഹിസ്റ്ററി കോൺഗ്രസ് സെക്ഷൻ ആണെങ്കിൽ എവിടെയാണ്? നോയിഡ. Then ഓൾ ഇന്ത്യ ട്രാൻസ്ജെൻഡർ കോൺഫറൻസ്, ഫസ്റ്റ് എവർ ഓൾ ഇന്ത്യ ട്രാൻസ്ജെൻഡർ കോൺഫറൻസ് നടന്നു. എവിടെയാണ്? അജ്മർ. കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. അജ്മർ ആണെന്നുള്ള കാര്യം മറക്കണ്ട. അജ്മർ. നെക്സ്റ്റ്, ഫസ്റ്റ് റീജിയണൽ ഡയലോഗ് ഓൺ സോഷ്യൽ ജസ്റ്റിസ് 2025 സബ്മിറ്റ്. അത് ഹോസ്റ്റ് ചെയ്ത് ന്യൂഡൽഹിയിലാണ്. ഫസ്റ്റ് റീജിയണൽ ഡയലോഗ് ഓൺ സോഷ്യൽ ജസ്റ്റിസ് 2025 സബ്മിറ്റ് ഹോസ്റ്റ് ചെയ്തത് ന്യൂഡൽഹിയാണ്. ദെൻ ഓക്കെ, ഇനി പുതിയ പേരാണ് ഹൽസിന്റെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ. ഹിന്ദുസ്ഥാൻ ജെറ്റ് ട്രെയിനർ 36ന്റെ പുതിയ പേര് ഒന്നോർത്ത് വെക്കാം. SS ആണ്. SS. ദെൻ ഫോർട്ട് വില്യം എന്ന് പറയുന്നത് നമുക്കറിയാം. അത് എന്താണ്? കിങ് വില്യം III ആണ്. അത് ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണി കഴിപ്പിച്ച ഒരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ അത് ശരിക്കും ഉപയോഗിക്കുന്നത് ഈസ്റ്റേൺ കമാൻഡ് ഓഫ് ദി ഇന്ത്യൻ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടാണ്. അതിന് പേര് മാറ്റി. എന്താണ്? ഫോർട്ട് വില്യം എന്ന് പറയുന്നത് മാറ്റിയിട്ട് വിജയ് ദർഗാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്നോർത്ത് വെച്ചാണ്. ഫോർട്ട് വില്യം ഇപ്പൊ ഇല്ലെന്നല്ല, ഫോർട്ട് വില്യത്തിന്റെ പേര് മാറ്റി. ഇതാണ് ഇപ്പൊ ഏതാണ്? വിജയ് ദർഗ ആണ്. ഇന്ത്യൻ ആർമി അതിനെ റീനെയിം ചെയ്തു. ദെൻ ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട് അതാർക്കാണ്? നമുക്കറിയാം. എവിടെയായിരുന്നു? ബംഗ്ലാദേശില് ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞ ഒരു അവിടുത്തെ ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്ററിനെ മാറ്റി കഴിഞ്ഞിട്ട് പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ അവരെ തെരഞ്ഞുപിടിച്ച് ടാർഗറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആരാണോ അവരെ അനുകൂലിക്കുന്നത് അവർക്കെതിരെ വന്ന ഒരു ഹണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എഗനിസ്റ്റ് ആയിട്ട് നിന്നൊരു ഓപ്പറേഷൻ ആയിരുന്നു ഈ പറയുന്ന ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട് എന്ന് പറയുന്നത്. ആ സമയത്ത് ഗവൺമെന്റിനെ ഇടക്കാലമായിട്ട് മുന്നോട്ട് നയിക്കുന്ന മുഹമ്മദ് യൂനസ് ആണെന്നുള്ളതായിരിക്കും ഓർത്തു വെക്കുക. ഇവിടെ ഓർത്ത് നോക്കേണ്ടത് കാരണം ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട് എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റേതാണ്. PM ഷെയ്ഖ് ഹസീനയുടെ ആ പുള്ളിക്കാരിനെ ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരിനെ പിന്തുണച്ച ആളുകളെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട് എന്ന് പറയുന്നത്. അടുത്തത്, ഹു റിലീസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ RBI ആണ് എപ്പോഴും അത് റിലീസ് ചെയ്യുന്നത്. ദെൻ കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് ആരാണ്? RBI ആണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർത്ത് വെക്കണം. GDP ഗ്രോത്ത് റേറ്റ് ഓഫ് ഫിസിക്കൽ ഇയർ 2024 to 25 6.6% ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നല്ലതാണ്. അടുത്തത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആധാർ ID.
എന്താണ് ഇത് വൺ നേഷൻ വൺ സ്റ്റുഡന്റ് ID കാർഡ്. എല്ലാ കുട്ടികൾക്കും എന്താണ് ഒരു അബാർ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ്, അതായത് എല്ലാ കുട്ടികൾക്കും ഒരു രാജ്യം ഒരു സ്റ്റുഡന്റ് ID കാർഡ് എന്ന പേരിൽ കൊണ്ടുവരുന്നതാണ്. അത് ഒന്നോർത്ത് നോക്കാം. മിനിസ്ട്രി ഓഫ് ഏതിന്റെ അണ്ടറിലായിരിക്കും? അപ്പം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അണ്ടറിൽ. അത്രയേ ഉള്ളൂ. അപാർ ID അതിനെ വിളിക്കുന്നതാണ് വൺ നേഷൻ വൺ സ്റ്റുഡന്റ് ID കാർഡ്, അപാർ ID. അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അണ്ടറിലാണെന്നത് മറക്കണ്ട. ദെൻ വൺ നേഷൻ വൺ പോർട്ട് എന്നൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അത് ഏതിന്റെ അണ്ടറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ നമ്മുടെ മിനിസ്റ്റർ ഓഫ് പോർട്ടിന്റെ അണ്ടറിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാണെന്ന് വെച്ചാൽ സർബാനന്ദ സോനോവാൾ, മിനിസ്റ്റർ ഓഫ് നമ്മുടെ പോർട്ടിന്റെ മിനിസ്റ്റർ ആയിട്ടുള്ള സർബാനന്ദ സോനോവാൾ ആണ് അത് ലോഞ്ച് ചെയ്ത് അൺവെയിൽ ചെയ്തിരിക്കുന്നത്. വൺ നേഷൻ വൺ പോർട്ട് ഇനിഷ്യേറ്റീവ്. ദെൻ ജനറേഷൻ ബീറ്റ നമ്മൾ കണ്ടതാണ്. ഓക്കെ, 69th ഡിവിഷൻ, ഇന്ത്യൻ റെയിൽവേയുടെ 69th ഡിവിഷൻ എവിടെ വന്നിരിക്കുക വെച്ചാൽ അത് ജമ്മു ആണ്, ജമ്മു. അടുത്തത് സ്വാറെയിൽ. ഓക്കെ, നമ്മളുടെ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയൊരു ആപ്പാണ്, സൂപ്പർ ആപ്പാണ് സ്വാറെയിൽ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ സർവീസുകളൊക്കെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്പാണ് സ്വാറെയിൽ എന്ന് പറയുന്നത്. അടുത്തത് ഐസ്പോർട്ട് പോർട്ടൽ എന്ന് പറയുന്ന ആരാണ് ലോഞ്ച് ചെയ്തത്? അത് ശരിക്കും ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെബി ആണ്. അതായത് ഏതെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എന്തെങ്കിലും എന്താണ് സാങ്കേതികപരമായിട്ട് എന്തെങ്കിലും തകരാറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അത് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുമുള്ള ഒരു പോർട്ടലാണ് ഐസ്പോർട്ട് പോർട്ടൽ എന്ന് പറയുന്നത്. അതപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്ന ആരാണ്? സെബി ആണ്. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ 1988 ഫോം ചെയ്തു, ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. ദെൻ ഇത് നമ്മൾ കണ്ടതാണ് മിത്ര പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അത് ഇനാക്റ്റീവ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഫോളിയോ ഒക്കെ കറക്റ്റ് ആയിട്ട് ട്രേസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെ അത് ഏതായിരിക്കും? സെബിയുടേതാണെന്ന് പറയുന്നത്. സെബി റീസെന്റ് ലോവേർഡ് ദ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്. സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിന്റെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് കുറച്ചിട്ടുണ്ട്. എത്രയായിട്ടാണെന്ന് വെച്ചാൽ 1000 രൂപയുള്ളൂ. ഇപ്പം എത്രയാണ്? 1000 രൂപ. റെഡ്യൂസ്ഡ് ഫ്രം 10,000 to 1,000. വഖഫ് ബില്ല് പുറത്തു വെച്ചോണം. വഖഫ് ബിൽ 2024 എന്ന് പറയുന്നത് വഖഫ് ആക്ട് 1995 അമെൻഡ് ചെയ്ത് വന്നതാണ്. 31 മെമ്പേഴ്സ്, പാർലമെന്ററി കമ്മിറ്റിയിൽ 31 മെമ്പേഴ്സ് അവരുടെ അപ്രൂവലോടുകൂടിയാണ് ഇത് വന്നിരിക്കുന്നത്. സോറി, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി 31 മെമ്പേഴ്സ്, 21 ഫ്രം ലോക്സഭയും 10 പേര് രാജ്യസഭയിൽ നിന്നും. ഈ ഇത്രയും 31 മെമ്പേഴ്സിന്റെ അപ്രൂവലോടുകൂടിയാണ് വഖഫ് ബിൽ 2024 അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഓർത്തു വെക്കാം. ഈ എന്ത് നോക്കാം, വഖഫ് ആക്ട് 1995 അമെൻഡ് ചെയ്തുകൊണ്ടാണ് വഖഫ് ബിൽ 2024 ഓർത്തു വെക്കാം. അടുത്തത് ഇൻകം ടാക്സ് ബിൽ. നമുക്കറിയാം കഴിഞ്ഞിടയ്ക്കൊക്കെ ഒരുപാട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കിവിടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നമുക്ക് വരത്തില്ല, അതുകൊണ്ട് അത് ആഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കുന്നത് ഇൻകം ടാക്സ് ബിൽ എന്ന് പറയുന്നത് ഏത് ആക്ടിനെ അമെൻഡ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് അതെന്ന് ഓർത്ത് വെച്ചോണം. നമ്മുടെ ഏറ്റവും പഴയ അല്ലെങ്കിൽ ഒരുപാട് പഴക്കം 6 ഡെക്കേഡ് ഓൾഡ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ആക്ട് 1961 അമെൻഡ് ചെയ്തുകൊണ്ടാണ് ഇൻകം ടാക്സ് ബില്ല് വരുന്നത്. നമുക്കറിയാം ഇൻകം ടാക്സ് ബില്ല്, അതായത് നമ്മൾ പഴയ സിസ്റ്റം ആയിരുന്നു അല്ലെങ്കിൽ പഴയ ഒരുപാട് വർഷം പഴക്കമായിട്ടുള്ള ഇൻകം ടാക്സ് ആക്ട് ആണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ നമുക്കറിയാം കാലഘട്ടം മാറി, ടെക്നോളജി മാറി. അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മുടെ ഇൻകം ടാക്സിനെ സിംപ്ലിഫൈ ചെയ്യുക, മോഡർണൈസ് ചെയ്യുക, അതിനെ കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ അതിന്റെ ടേമുകളൊക്കെ കുറച്ചുകൂടെ സിമ്പിൾ ആക്കുക, ഇതൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് ഉദ്ദേശം എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ആക്ട് 1961 റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ബില്ല് വന്നു, ഇൻകം ടാക്സ് ബിൽ 2025. അതിന് ഈ പഴയ ഒരുപാട് ഇങ്ങനെ നമുക്ക് കൊമേഴ്സുകാരെ സംബന്ധിച്ചോളം കൊമേഴ്സുകാർക്ക് ടാക്സ് ഒരു പേപ്പർ ആയിട്ടുണ്ട് അല്ലെ, ടാക്സ് പേപ്പറായിട്ട് പഠിക്കണം. അപ്പൊ എല്ലാവർക്കും ഭയങ്കര പാടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള രീതി ആയിട്ട് പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതിനകത്ത് കുറെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ യൂസ്ഫുൾ അല്ലാത്ത കുറെ വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ടാക്സ് ഇയർ, സോറി അസസ്മെന്റ് ഇയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വേർഡ് തന്നെ കുറെ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ടെർമിനോളജീസ് ഒക്കെ ആഡ് ചെയ്യുക, ഒന്നുകൂടെ എന്താണ് ഈ ഡിജിറ്റൽ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ആഡ് ചെയ്യുക. നമുക്കറിയാം കുറെ ടെക്നിക്കലി നമ്മൾ കുറെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഒരു ഡിജിറ്റൽ ആയിട്ട് ടേമുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെ കുറെ മാറ്റങ്ങൾ പുതിയ ഇൻകം ടാക്സ് ബില്ലിൽ വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഓഗസ്റ്റ് 8-ാം തീയതി ശരിക്കും ഈ ഒരു ബില്ല് അവതരിപ്പിച്ചായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 8-ാം തീയതി ബില്ല് ലാസ്റ്റ് ഓഗസ്റ്റ് 8-ാം തീയതി അവതരിപ്പിച്ചായിരുന്നു. പക്ഷെ അത് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പാർലമെന്ററി സെലക്ട് കമ്മിറ്റി അതിനകത്ത് കുറെ പ്രോബ്ലംസ് കണ്ടു. അപ്പൊ അതിനുശേഷം ഇത് തിരിച്ചു വലിച്ചിട്ട് ഓഗസ്റ്റ് 11 വീണ്ടും ഇത് അവതരിപ്പിക്കുക ചെയ്തത്. അപ്പൊ പിന്നീട് കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷെ അത് ആഡ് ചെയ്തിട്ടില്ല, കാരണം അത് നമുക്ക് ആവശ്യമില്ല. എല്ലാം കൂടെ നിങ്ങളിപ്പോ ഓർക്കണ്ട. അപ്പൊ ഇത്ര ഓർക്കുക, ഓഗസ്റ്റ് 18 ശരിക്കും അത് അവതരിപ്പിച്ചത്. പക്ഷെ അതിനകത്ത് പിന്നെ അത് പിൻവലിച്ചിട്ട് 11-ാം തീയതി വീണ്ടും അവതരിപ്പിച്ചു നോക്കുക. ഫിനാൻഷ്യൽ ബില്ല് ആർ ഗവേൺ അണ്ടർ ദ ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫിനാൻഷ്യൽ ബില്ല് ഗവേൺ ചെയ്യുന്നത് ഏതിനണ്ടറിലാണ്? ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് ആർട്ടിക്കിൾ ആണെന്ന് വെച്ചാൽ 117. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 117 ആണെന്ന് കാര്യം മറക്കണ്ട. ഫിനാൻഷ്യൽ ബിൽസ് ഏതിന്റെ അണ്ടറിലാണ്? ഏത് ആർട്ടിക്കിളാണ് വരുന്നത്? 117 വരുന്നത്.
ഇവിടെ ഒന്ന് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ബില്ലിന്റെ ഇതനുസരിച്ച് 4.4% ആണെന്ന് ഓർത്ത് വെച്ചോണേ. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണെങ്കിൽ ഈ ഒരു പേജ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി ഓയിൽ ഫീൽഡ് റെഗുലേഷൻ ആൻഡ് ഓക്കെ ഓയിൽ ഫീൽഡ് നിർത്തിച്ചോണേ. ഓയിൽ ഫീൽഡ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അമെന്റ്മെന്റ് ബിൽ 2024 ഒരു മാറ്റം അവിടെയും വന്നിട്ടുണ്ട്. ഏതാണ്? നമ്മുടെ ഓയിൽ ഫീൽഡ് റെഗുലേഷൻ ഡെവലപ്മെന്റ് ആക്ട് 1948 മാറ്റിക്കൊണ്ട് പുതിയ ബില്ല് വന്നു കഴിഞ്ഞു. ഓയിൽ ഫീൽഡ് അമെന്റ്മെന്റ് ബിൽ 2024. 48 മാറി എന്താ വന്നു? 24 വന്നു. ഓർത്തുക. ഓയിൽ ഫീൽഡിലും എന്ത് മാറ്റം വന്നു? 48 ആക്ടിനെ മാറ്റി. എപ്പോഴും ചോദിക്കുന്നത് അതായിരിക്കും, പഴയത് ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. 48 മാറി ഇപ്പൊ എന്ത് വന്നു? 2004 ബില്ല് വന്നു. Then, which university topped World University ranking by subject 2025 in engineering category? Engineering category വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ മുന്നിൽ വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി. അപ്പൊ ഓർത്ത് വെക്കുക, എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലാണെങ്കിൽ അത് ഹാർവർഡ് യൂണിവേഴ്സിറ്റി ആണ് ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ MIT, ബിസിനസ് ആൻഡ് എക്കണോമിക്സിലാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. ഓർത്ത് വെക്കാം, വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് പ്രകാരം എഞ്ചിനീയറിംഗിൽ ഹാർവർഡ് യൂണിവേഴ്സിറ്റി, ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് MIT, ദെൻ ബിസിനസ് ആൻഡ് എക്കണോമിക്സ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ, ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആണെന്നുള്ള കാര്യം ഓർക്കാം. Then, which bank received RBI approval to acquire 9.5% stake in Kotak Bank, AU and Capital SFB? ഏതാണ്? ഏത് ബാങ്കിന്? HDFC ബാങ്കിനാണ് കൊടുത്തിരിക്കുന്നത്. എന്നാണ് ഈ 9.5% സ്റ്റേക്സും എന്ന ഷെയർസും ഈ ബാങ്കുകളുടെ ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് RBI അപ്രൂവൽ കൊടുത്തിരിക്കുന്ന ആർക്കാണ്? HDFC ബാങ്കിനാണെന്നുള്ള കാര്യം മറക്കണ്ട. Then, which bank has become signatory for Partnership for Carbon Accounting Financial, PCAF? It's a global group of bank and financial institution ആണ് PCAF എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ഏതാണ്? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ് അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. സോറി, which bank has become a signatory for the Partnership for Carbon Accounting Financial? നോർത്ത് വെക്കുക, അതേതാണ്? നമ്മുടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ്. നോർത്ത് വെക്കുക, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ആദ്യമായിട്ട് ജോയിൻ ആയത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഏതാണ്? ആദ്യമായിട്ട് ജോയിൻ ആയത് ഏതാണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇത്രയേ ഉള്ളൂ. അതായത് ഒരു പ്രോജക്റ്റ് നമ്മൾ ഒരു ബാങ്ക്, യൂണിയൻ ബാങ്ക് ഒരു പ്രോജക്റ്റ് ഫിനാൻസ് ചെയ്യുമ്പോൾ അത് മാക്സിമം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഒക്കെ കുറവുള്ള, അതായത് എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള പ്രോജക്ട്സ് ആണോ, അവരുടെ ആക്ടിവിറ്റീസ് അതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് ഫിനാൻസ് ചെയ്യുന്ന ഒരു ഇതാണ് PCAF എന്ന് പറയുന്നത്. അപ്പൊ അതിൽ സൈൻ ചെയ്തിരിക്കുന്ന ആരാണ്? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നുള്ളത് മറക്കണ്ട. അടുത്ത്, വിച്ച് സ്റ്റേറ്റ് റിസീവ്ഡ് 15th ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് ഫോർ റൂറൽ ലോക്കൽ ബോഡി ഇൻ ഫിനാൻഷ്യൽ ഇയർ 2025-24? 15th ഫിനാൻഷ്യൽ കമ്മീഷന്റെ ഗ്രാന്റ് എന്തിനു വേണ്ടിയാണ്? ഫോർ റൂറൽ ലോക്കൽ ബോഡീസ് കിട്ടിക്കുന്ന ഏത് സ്റ്റേറ്റിനാണെന്ന് വെച്ചാൽ അത് ബീഹാർ, ഹരിയാന, സിക്കിം. 15th ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് കിട്ടിക്കുന്ന ബീഹാർ, ഹരിയാന, സിക്കിം. ഫിനാൻസ് കമ്മീഷൻ ഒന്ന് വായിച്ചു നോക്കണം. ഫിനാൻഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ അതൊക്കെ റെഗുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷൻ ആയിരിക്കും. ഒരു ചെയർമാനും 4 മെമ്പേഴ്സും ആണ് ഫിനാൻസ് കമ്മീഷൻ ഉള്ളത്. അരവിന്ദ് പാൻഗാരിയാണ് ഇതിന്റെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ഇപ്പോൾ നിലവിൽ. ഇനി പുറത്തു വെക്കേണ്ട സാധനമാണ് എക്കണോമിക് സർവേ. നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ഒരു ചാൻസ് ഉള്ളതാണ് എക്കണോമിക് സർവേ എന്ന് പറയുന്നത്. ഇതൊരു ആനുവൽ ഡോക്യുമെന്റ് ആണ്. മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആണ് റിലീസ് ചെയ്യുന്നത്. എക്കണോമിക് സർവേ നോക്കുന്നത് നമ്മളുടെ രാജ്യത്തിന്റെ എക്കണോമിക് പെർഫോമൻസ് കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു, ദെൻ അതിനെ ഗവൺമെന്റിന്റെ പോളിസി ഇനീഷ്യേറ്റീവുകൾ, ഫ്യൂച്ചറിലേക്കുള്ള വിഷൻ, ഇതൊക്കെ നോക്കിയിട്ടാണ് എക്കണോമിക് സർവേ ഒരു ആനുവൽ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നത്. അത് വരുന്നത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അണ്ടർ ചീഫ് എക്കണോമിക് അഡ്വൈസർ അനന്ത നാഗേശ്വറിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇത് ഈ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഒരു ദിവസം മുൻപേ പാർലമെന്റ് സബ്മിറ്റ് ചെയ്യും. എന്നുവെച്ചാൽ പാർലമെന്റ് ഇത് എന്ത് ചെയ്യും? ഇത് മേശയിൽ വെക്കുക അല്ലെങ്കിൽ ടേബിൾ വെക്കാന്ന് പറയും. അപ്പം ആദ്യമായിട്ട് എക്കണോമിക് സർവേ നടക്കുന്നത് 1950-51 നോക്കാം. അപ്പൊ ഈ 2024-25 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയുടെ GDP ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇത് ഫിനാൻഷ്യൽ ഇയർ 2025-26 നെക്സ്റ്റ് ഇയറിലേക്ക് GDP ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് 6.3 to 6.8% ആണ്. ഓർത്തു വെക്കാം, ഇന്ത്യയുടെ GDP റേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 6.3 to 6.8% ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി എക്കണോമിക് സർവേ അനുസരിച്ച് ഓരോ കാറ്റഗറി അല്ലെങ്കിൽ ഓരോ സെക്ടർ വൈസ് പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോൾ
അഗ്രികൾച്ചറിൽ 3.8% ഗ്രോത്തും, ദെൻ ഇൻഡസ്ട്രി മാനുഫാക്ചറിംഗിൽ ഒരു 6.2% ഗ്രോത്തും, സർവീസ് സെക്ടറിൽ 7.2% ഗ്രോത്തുമാണ് ഉള്ളത്. ദെൻ അടുത്തത് എക്കണോമിക് സർവേ അനുസരിച്ച് കീ ഡെവലപ്മെന്റ് ഏരിയാസ് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അത്ര ഇമ്പോർട്ടന്റ് അല്ല. അടുത്തത് വാട്ട് വിൽ ബി ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 2025-26. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ് എപ്പോഴും ഓർത്തോണം, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ. അതായത് നമ്മുടെ വരവിനേക്കും കൂടുതലായിരിക്കും നമ്മുടെ ചെലവ്. അപ്പൊ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ അതാണ് നമ്മുടെ കടം, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ 2025-26 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4.4% ആണ്. 2025-25 ഉണ്ടായത് 4.8% ആയിരുന്നു. 4.4% ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അടുത്തത് ഇന്ത്യയുടെ അഗ്രികൾച്ചറിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ 2024 എത്ര പെർസെന്റ് ആണ് GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത്? ഓർത്തു നോക്കുക, 16%. ഈ GDP-യുടെ 16% 2024 നമുക്ക് അഗ്രികൾച്ചറിൽ നിന്നായിരുന്നു. 46.1% എംപ്ലോയ്മെന്റിൽ നിന്നായിരുന്നു. ഓർത്തു നോക്കുക. ദെൻ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ നമ്മളൊരു ഗ്രോത്ത് പെർസെന്റേജ് പറയുന്നത് 2025 ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് പെർസെന്റേജ് 17.9% ആണ്. ഓർത്തു നോക്കുക, GDP-യുടെ ഒരു എത്ര പെർസെന്റേജ് ഉണ്ട്? ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 17.9% ആണ്. അടുത്തത് അക്കോർഡിംഗ് ടു എക്കണോമിക് സർവേ 2024-25 ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എത്ര ബില്യൺ ആണ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ഓർത്തു വെക്കുക, $640.3 ബില്യൺ ആണ് നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. അടുത്തത് സെക്കൻഡ് മൾട്ടിപർപ്പസ് വെസൽ ആയിട്ടുള്ള ഉത്കാശ് എന്ന് പറയുന്നത് ബിൽഡ് ചെയ്തിരിക്കുന്ന L&T ആണ്. ജസ്റ്റ് നോക്കുക, L&T. അടുത്തത് ഏത് രാജ്യമാണ് നമ്മളിൽ നിന്നും ആകാശ് മിസൈൽ സിസ്റ്റം അക്വയർ ചെയ്തിരിക്കുന്നത്? അത് ഫിലിപ്പീൻസ് ആണ്. ഫിലിപ്പീൻസ് ആകാശ് മിസൈൽ സിസ്റ്റം. ദെൻ ഇന്ത്യ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർഡ് അസ്ത്ര മിസൈൽ. അത് ഏത് ടൈപ്പ് ഓഫ് മിസൈൽ ആണെന്ന് വെച്ചാൽ എയർ ടു എയർ മിസൈൽ ആണ്. ജസ്റ്റ് ഓർത്ത് നോക്കാം. സ്പീഡിൽ പോവാണേ, കാരണം നമുക്ക് തീരത്തില്ല, അതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ പോവാണ്. Which city has been declared cleanest city in India? 9th edition of Swachh Surakshan എന്നാണ്. ക്ലീനസ്റ്റ് സിറ്റി 9th edition of Swachh Surakshan അനുസരിച്ച് ക്ലീനസ്റ്റ് സിറ്റി ഏതാണ്? ഇൻഡോർ ആണ്. ഇൻഡോർ. അടുത്തത് ബേ ഓഫ് ബംഗാൾ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ബിറ്റ്വീൻ ഇന്ത്യ, ബംഗ്ലാദേശ്, മാൽദീവ് ആൻഡ് ശ്രീലങ്ക. അപ്പൊ ഇതിന്റെ ചെയർമാൻ ഈ ഒരു റീസെന്റ് നടന്നിരിക്കുന്നു. അതിന്റെ ചെയർമാൻഷിപ്പ് ആർക്കാണെന്ന് വെച്ചാൽ ഇന്ത്യക്കാണ്. ഇന്ത്യ. ടാറ്റ മോട്ടോഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? വിക്കി കൗശലാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ. നോക്കി നോക്കാം. ഫിറ്റ് ഇന്ത്യ ഐക്കൺ ആരായിരുന്നു? ആയുഷ്മാൻ ഖുറാന. ഒന്ന് നോക്കുക, ടാറ്റയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? വിക്കി. ദെൻ ഫിറ്റ് ഇന്ത്യ ഐക്കൺ ആരാണ്? ആയുഷ്മാൻ ഖുറാന. ദെൻ വേൾഡ് ഹയസ്റ്റ് വാല്യൂഡ് സ്റ്റീൽ മേക്കർ ഒരു ഇന്ത്യൻ കമ്പനി ഏതാണ്? വേൾഡ് ഹയസ്റ്റ് വാല്യൂഡ് സ്റ്റീൽ മേക്കർ ആയിട്ടുള്ള ഇന്ത്യൻ കമ്പനി JSW സ്റ്റീൽ ആണ്. JSW സ്റ്റീൽ. അടുത്ത് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഇപ്പൊ ഇന്ത്യയിൽ നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതേ സമയത്ത് നമ്മൾ അതേ സാധനം തന്നെ പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. പല കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല ഹോൾസെയിലേഴ്സ് ഒക്കെ അവിടുന്ന് ഇങ്ങോട്ട് പുറത്തു രാജ്യങ്ങളിൽ ഇമ്പോർട്ട് ചെയ്യും. അപ്പൊ ഇന്ത്യയിൽ ഈ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 100 രൂപ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവര് പ്രോഫിറ്റും കൂടെ കൂട്ടി 120 രൂപയ്ക്കാണ് സെല് ചെയ്യുന്നത്. പക്ഷെ ചൈനയിൽ നിന്ന് അത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് വെറും അതിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് വരുന്ന 80 രൂപയാണ്. സോ അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് 100 രൂപയ്ക്ക് ഇവിടെ വിൽക്കാൻ രീതിയിൽ അത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ സാധനങ്ങൾ അത് നമുക്ക് ഇവിടെ പിടിച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ കോമ്പറ്റീറ്റേഴ്സിനെ പിടിച്ച് നിൽക്കാൻ പറ്റാതെയും ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞു പോവുകയും ചെയ്യും. സോ അതിനെ ഒഴിവാക്കാനായിട്ട് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ത് ചെയ്യും? ഈ പറയുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏത് രാജ്യമാണോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ആ രാജ്യം ചാർജ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് കൂടുതലായിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ പ്രൊഡക്റ്റിന്റെ പ്രൈസിലേക്ക് ഈ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾക്ക് വരും. അങ്ങനെ 5 പ്രൊഡക്റ്റിന്മേൽ ഈ അടുത്തിടെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഇന്ത്യൻ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്തിരുന്നു. ആ പ്രൊഡക്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. സോഫ്റ്റ് ഫെർട്ടികോർ വാക്യൂം ഇൻസുലേറ്റഡ് ഫ്ലാസ്ക്, അലുമിനിയം ഫോയിൽ, ട്രൈക്കോളോ ഐസോണറിക് ആസിഡ്, പോളിവിനിൽ ക്ലോറൈഡ് പേഴ്സ് റെസിൻ എന്ന് പറയുന്ന 5 പ്രൊഡക്റ്റ് ആണ് ഓർത്ത് വെക്കാം. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി അടുത്തിടെ ചെയ്ത് എത്ര പ്രൊഡക്റ്റിന്മേലാണ്? 5 പ്രൊഡക്റ്റിന്മേലാണ് ഓർത്ത് വെക്കാം. അടുത്തത് ഹാക്ക് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്, അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പെൻഷനേഴ്സ്, വെറ്റനേഴ്സ്, അവരുടെ ഫാമിലീസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഹാക്ക് എന്ന് പറയുന്നത്. അത് ഏത് ബാങ്കിന്ന് വെച്ചാൽ HDFC ബാങ്ക് ആണ്. ഓർത്ത് നോക്കാം, HDFC ബാങ്ക്. അടുത്ത വേവെക്സ് 2025 എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ്, അതായത് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് സ്റ്റാർട്ടപ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് വേവെക്സ് 2025 എന്ന് പറയുന്നത്.
അത് ഏതിന്റെ അണ്ടറിലാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചോണം. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അണ്ടറിലാണ്. വേവെക്സ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അണ്ടറിൽ. ഇനി ഓർത്ത് നോക്കേണ്ടത് വേൾഡ് മ്യൂസിക് ഡേ 21st June, തെലങ്കാന ഫോർമേഷൻ ഡേ 22nd June, then വേൾഡ് ഡേ അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ 12th June. അതിന്റെ തീം ഒന്ന് ഓർത്ത് നോക്കുക, പ്രോഗ്രസ് ഇൻ ഇസ് ക്ലിയർ ബട്ട് ദർ ഇസ് മോർ ടു ഡു, ലെറ്റ് സ്പീഡ് ഓഫ് എഫേർട്സ് എന്നുള്ളതാണ്. ചൈൽഡ് ലേബർ മറക്കണ്ട, 12th June. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ 14th June. then വേൾഡ് റെഫ്യൂജി ഡേ ആണെങ്കിൽ 20th June. then ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആണെങ്കിൽ 23 June. then വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ ആണെങ്കിൽ 8th June. വേൾഡ് ഓഷൻ ഡേ ആണെങ്കിൽ 8th June തന്നെ.